യെസ്, നമുക്ക് 7:30 ആയിട്ടുണ്ട്. മിസ് വന്നിട്ടുണ്ട്. മിസ്സിന്റെ എല്ലാ മക്കളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മിസ്സിന്. അപ്പൊ കുറെ നേരം മിസ് ഇങ്ങനെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ചാറ്റൊക്കെ നോക്കിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പൊ എല്ലാവരും റെഡിയാണോ മക്കളെ? എല്ലാവരും ഇവിടെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മിസ്സിന് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. മിസ് പറയുന്നതൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. യെസ്, എല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും. യെസ്, ഗുഡ് ഈവനിങ് എവരി വൺ. യെസ്, അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ് 9 മക്കളെ എല്ലാവരും എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ പേരുകൾ ജസ്റ്റ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാം കേട്ടോ. യെസ്, ലക്ഷ്മി കുട്ടി. യെസ്, ലക്ഷ്മി കുട്ടി. ശരണ്യ കുട്ടി. യെസ്, കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. യെസ്, മൂഫി. ഓക്കെ, ഇൻഫെക്റ്റഡ് സോൾ. യെസ്, ഹലോ മിസ്, ഹലോ, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. സിദ്ധാർത്ഥ്, ഹായ് സിദ്ധാർത്ഥ്, ക്ലിയർ ആണല്ലേ? ഓക്കെ. യെസ്, അനഘ കുട്ടി, മീനാക്ഷി കുട്ടി. യെസ്, ഓക്കെ, മുകിൽ. യെസ്, നല്ല പേരാണല്ലോ, വെറൈറ്റി നെയിം ആക്കാണ്. രാം, അനശ്വര. യെസ്, ഓക്കെ, മിന്നക്കുട്ടി, അക്ഷയ്, അനഘ. അപ്പൊ നമ്മൾ ഈ ഒരു വർഷം മിസ്സിന്റെ മക്കളെ, ക്ലാസ് 9 മക്കളെ മിസ് ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ഒരു ലൈവിൽ കൂടെ. അപ്പൊ എല്ലാവരും കണ്ടതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ എക്സൈറ്റഡ് ആണോ മക്കളെ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണല്ലേ. അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല ഇതിനേലും കൂടുതലായിട്ട് സ്ട്രെങ്ത് നമുക്ക് ഇനി കുറച്ചും കൂടെ കൂട്ടാനുണ്ട്, പവർ നമുക്ക് കൂട്ടാനുണ്ട്. അപ്പൊ മക്കളെ എല്ലാവരും എന്ത് ചെയ്യാം? മാക്സിമം ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വന്നേ. യെസ്, മിസ്സിന് സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖാണ് കേട്ടോ, മിസ്സിന് സുഖാണ്. മക്കൾക്കൊക്കെ സുഖല്ലേ? യെസ്, ഓക്കെ. സംഗീത്, അൻഖിത. ഓക്കെ, അൻഖിത. യെസ്, നല്ല പേരാണല്ലോ. ഗ്ലാഡ്വിൻ, നാഫിയ, അനശ്വര, ഫൗമിത. ഓക്കെ, യെസ്, അപ്പൊ എല്ലാ മക്കളും വന്നിട്ടുണ്ട്. ആരോൺ, യെസ്, ഹൗ ആർ യു ചോദിക്കുന്നുണ്ട്. മിസ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. മിസ് ജാബിർ, ഹായ് ജാബിർ. ശ്രേയക്കുട്ടി. അപ്പൊ എല്ലാ മക്കളും ക്ലാസ് 9 ആയില്ലേ? നമ്മൾ അടുത്ത വർഷം SSLC മക്കളാവാൻ പോവാണ്. അപ്പൊ ഫുള്ള് നമുക്ക് സീരിയസ് ആയിട്ടുള്ള എല്ലാവരും നമ്മളിങ്ങനെ ഉറ്റു നോക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇനി അതിനേക്കാൾ ഒരു പടി മുകളിലേക്കാണ് അടുത്ത വർഷം നമ്മൾ എത്താൻ പോകുന്നത്. അപ്പൊ ഈ വർഷം നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കാൻ പോവാണ്. ഇംഗ്ലീഷിന് ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും പേടിയുണ്ടോ? എന്താണ്, ഓണം എക്സാം വരാൻ പോകുന്നു, മിസ് ഇതെങ്ങനെ പഠിക്കും? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ. നിങ്ങൾക്ക് ഓൾറെഡി പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, നിങ്ങൾക്ക് അത് കാരണം മനസ്സിലാവുന്നുണ്ടാവില്ല. ടീച്ചേഴ്സിനൊക്കെ നോക്കുമ്പോൾ ഹാൻഡ് ബുക്കും എല്ലാം പുതിയതായിരിക്കും അല്ലേ? ടീച്ചറിന്റെ നെയിം ചോദിക്കുന്നുണ്ട്. ടീച്ചറിന്റെ പേര് ഹരീജ എന്നാണ് കേട്ടോ. ഹരീജ. ഓക്കെ, യെസ്, മിസ് ഇവിടെ എഴുതണോ? യെസ്, HARIJA കേട്ടോ, ഹരിജ. ഓക്കെ, യെസ്, ജാൻവി കുട്ടി, മീനൂസേ, റിച്ചക്കുട്ടി. യെസ്, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഫുൾ പവർ ആകണം നമുക്ക് ഈ ഒരു ലൈവ് കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ ഇംഗ്ലീഷ് ലൈവ് ആണ്, നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ല. എല്ലാ ലാംഗ്വേജും എല്ലാ സബ്ജക്റ്റും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ലൈവിലൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ലൈവും കൂടെ നമ്മൾ മാക്സിമം ഷെയർ ചെയ്ത് സെറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ട് വന്നേ മക്കളെ ഒന്ന്. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ട് ഹാഫ് എ ഡേ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് ഫുൾ സെറ്റ് ആക്കാൻ പോവാണ്. ഓക്കെ, യെസ്, മിസ് എല്ലാവരും പേര് വിളിക്കണം എന്നുണ്ട്. മിസ്സിന് ഇന്ന് നമ്മൾ വൺ ഷോട്ട് ആയിട്ട് ഫുള്ളായിട്ട് പഠിക്കാൻ പോവാണ്. ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കാൻ പോവാണ്. എത്ര പേരുടെ പേര് വിളിക്കാൻ പറ്റുമെന്ന് മിസ്സിന് അറിയില്ല, എന്നാലും മിസ് മാക്സിമം നോക്കാം കേട്ടോ. ഓക്കെ, മിസ് നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ വിളിക്കാം. അതുപോലെ തന്നെ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ മിസ് വേഗം നിങ്ങളുടെ പേരും കൂടെ പറയും കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞേ മിസ്സിൻ്റെ അടുത്ത്, അത് ആദ്യം അറിയണം മിസ്സിന്. ഓക്കെ, ഓക്കെ, മധുസൂദനൻ. ഓക്കെ, ടീച്ചർ ഹരി സാറിന് ഷോർട്സ് ഐ പോക്ക് ഹിം. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ മക്കളെ നിങ്ങളെല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഫുൾ പവർ ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? യെസ്, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടോ? അതൊന്ന് പറഞ്ഞു മിസ്സിൻ്റെ അടുത്ത്. എല്ലാവരും ക്ലാസ് ലൈക്ക് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ക്ലാസ് ലൈക്ക് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ ഈ ഒരു ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ചാപ്റ്റർ ഇഷ്ടമായോ? എങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഒന്ന് മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞേ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇഷ്ടമായോ? നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് എക്സാമിന് ഇത് വരും, എന്തായാലും ഓണം എക്സാമിന് നല്ല രീതിയിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് അത് ടഫായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ ഒന്ന് പറഞ്ഞേ. യെസ്, ടഫായിട്ട് തോന്നുന്നുണ്ടോ? ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ടഫായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെ ഉണ്ടോ? ഓണം എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ടെൻഷനൊക്കെ ഉണ്ടോ? എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ചാപ്റ്റർ. യെസ്, അടിപൊളിയായിരുന്നു അല്ലേ? ഇഷ്ടമായി. ഓക്കെ, എക്സാം ഇന്ന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അധികം ടൈം കളയണ്ട അല്ലേ? മാക്സിമം ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ.
ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ഹാഫ് ഡേ എന്ന് പറയുമ്പോൾ. ഹാഫ് എ ഡേ എന്ന് പറയുമ്പോൾ എന്താ മീനിങ് എന്ന് ആരാണ് മിസ്സിന് പറഞ്ഞു തരാൻ പോകുന്നത്? നോക്കട്ടെ, ആരാണ് പറഞ്ഞു തരാൻ പോകുന്നത്? ഹാഫ് എ ഡേ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ മീനിങ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ, ചാപ്റ്റർ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ വേഗം ഒന്ന് പറഞ്ഞു, എന്താണ് ഹാഫ് എ ഡേ എന്ന് വെച്ചാൽ എന്താ മീനിങ്? എന്താണ് മീനിങ് ഹാഫ് എ ഡേ എന്ന് പറയുമ്പോൾ? നമുക്കൊരു ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഊഹിക്കാം. ഒരു ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പകുതി ദിവസം എടുക്കാൻ ആരാ പറഞ്ഞ? ഇൻഫെക്റ്റഡ് സോൾ. ഓക്കെ, റിയൽ നെയിം അറിയില്ല. ഓക്കെ, യെസ്, പകുതി ദിവസം. ആർച്ച കുട്ടി കറക്റ്റാണ് കേട്ടോ. യെസ്, അര ദിവസം. യെസ്, ശരിയാണ് റീനു. പകുതി ഡേ, സണ്ണി ഇവർക്ക് സണ്ണി. ഓക്കെ, യെസ്, മീന കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പകുതി ദിവസം എന്നാണ് മീനിങ് അല്ലേ, പകുതി ദിവസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ദിവസത്തിൻ്റെ ഒരു പകുതി ദിവസം, നിങ്ങളുടെ ദിവസത്തിൻ്റെ പകുതി നിങ്ങൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? വേഗം പറഞ്ഞേ, നിങ്ങൾ എവിടെയായിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? നിങ്ങളുടെ ദിവസത്തിൻ്റെ ഒരു പകുതി എന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന സമയം കൂട്ടാണ്ട് പറയുമ്പോൾ എവിടെയായിരിക്കും നിങ്ങൾ? ഓഫ് കോഴ്സ് നിങ്ങൾ സ്കൂളിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ പകുതിനെ പറ്റിയിട്ടാണ്. പക്ഷെ കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ, കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. യെസ്, സ്കൂളിലാണ്. റീനുകുട്ടി കറക്റ്റ്. അക്ഷയ്, യെസ്. സിനു, യെസ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്റർ ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? നജീബ് മെഹഫൂസ് ആണ് കേട്ടോ. നജീബ് എന്നും വായിക്കാറുണ്ട്. അപ്പം നജീബ് മെഹഫൂസ് എന്ന് നമുക്ക് വായിക്കാം. അപ്പോൾ ഇദ്ദേഹം എഴുതിയിട്ടുള്ള സ്റ്റോറിയാണ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറി. ഇതിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ തീം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ടൈമാണ് തീം അല്ലേ. ടൈം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമോ? ടൈം ഇല്ല. അതുപോലെ തന്നെ എന്താണ്, തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് അല്ലേ. യെസ്, അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ് എന്താ ടൈം എന്ന് പറഞ്ഞത്. ഫീസ് ഇതെന്താ ബാച്ചിൻ്റെ ഫീസാണോ ചോദിക്കുന്നത്? ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മിസ് പറയാം കേട്ടോ. ഇത് ഒരു വർഷത്തിലത്തെ ഫീസാണ് കേട്ടോ, അല്ലാണ്ട് മാസം നിങ്ങൾ അടയ്ക്കേണ്ട ഫീസല്ല 2999 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇയർലി നമ്മുടെ ഈ ഒരു വർഷം നിങ്ങൾ ക്ലാസ് 9 അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം മുഴുവനും വേണ്ടി വരുന്ന ഒരു ഫീസാണ് 2999 എന്ന് പറയുന്നത്, അല്ലാണ്ട് ഓരോ മാസം അടയ്ക്കേണ്ട ഫീ അല്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, യെസ്. അപ്പോൾ അല്ലാണ്ട് മാസാമാസമൊക്കെ അടയ്ക്കേണ്ട ഫീ ആണോ എന്നാണ് ചോദിച്ചത് എന്ന് വിചാരിക്കുന്നു. യെസ്, ഫീ 3000 ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 2999 ആണ് കേട്ടോ മക്കളെ ഫീ വരുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഈ ഒരു പവറോട് കൂടി, ഈ ഒരു പവർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മിസ് വീണ്ടും പറയുന്നു, എന്ത് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊണ്ടുവരും. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഒരു ഉഷാറായിട്ട് ഇരുന്നാൽ തന്നെയാണ് മിസ്സിനും അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും സെറ്റ് ആണെങ്കിൽ മിസ്സിൻ്റെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഫയർ ഇമോജീസിൻ്റെ ആവശ്യമുണ്ട്. വേഗം കുറച്ച് ഫയർ ഇമോജീസ് ഇട്ട് തന്നെ മിസ്സിന്. വേഗം ഒന്ന് നിങ്ങൾ ഉഷാറാണ് എന്ന് കാണിച്ച്, നിങ്ങൾ പവർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്, എനർജറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് മിസ്സിന് ഒന്ന് കാണിച്ചു തന്നെ. വേഗം ചാറ്റ് ബോക്സിൽ കുറച്ച് ഫയർ ഇമോജീസ് വരട്ടെ. യെസ്, വെരി ഗുഡ്. യെസ്, അപ്പോൾ നമ്മുടെ ഫയർ ഇമോജീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, ഉറങ്ങി തൂങ്ങിയിട്ടിരിക്കല്ലേ കേട്ടോ. യെസ്, എല്ലാവരും ഓക്കെ. യെസ്, എനർജറ്റിക് ആയിട്ടിരിക്കുക. നമ്മൾ പവർഫുൾ ആയിട്ട് സെറ്റായിട്ട് പഠിക്കാൻ പോകണം. പാർക്കെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തീർക്കും. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷനേ വേണ്ട, ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓണം എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും എൻ്റെ മക്കൾ എന്തായാലും എഴുതും കേട്ടോ. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ മക്കളെ, സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സ്റ്റോറിയിൽ ക്യാരക്ടറിൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ, നെയിം ഒന്നും പറയുന്നില്ല. ഓക്കെ, പേരൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new, the black shoes, the green school uniform, and the red tarbush. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുന്നത്? ഒരു കുട്ടിയാണ് പറയുന്നത് അല്ലേ. ഇതാ ഈ ചെക്കനാണ്, ഈ കുട്ടിയാണ് നമ്മളടുത്ത് പറയുന്നത്. എന്താണ് പറയുന്നത്? I proceeded alongside my father. ഞാൻ എൻ്റെ ഫാദറിൻ്റെ സൈഡിലൂടെ ഒരുമിച്ച് അദ്ദേഹത്തോടൊപ്പം നടന്നു. Clutching his right hand. എന്താ പറയുന്നത്? ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ വലത് കൈ. ക്ലച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? മുറുകെ പിടിച്ചിട്ട്. ഓക്കെ, ഹർഷിത കുട്ടി കേട്ടല്ലോ, മുറുകെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോ ഉദയ. യെസ്, ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് നടക്കാണ്. എങ്ങോട്ടാണ് പോകുന്നത്? റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. അദ്ദേഹത്തിൻ്റെ വലിയ കാൽവെപ്പുകൾ. അച്ഛനൊക്കെ നടക്കുമ്പോൾ എന്താണ്? യെസ്, ഓക്കെ മിസ് 2999 എന്നാണ് പറഞ്ഞത് അല്ലേ. 4999 അല്ലേ, 4999 ആണ് കേട്ടോ. സോറി, യെസ്, 4999 ആണ് കേട്ടോ. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ 4999 ആണ് കേട്ടോ ഫീ. ഓക്കെ, യെസ്, സോറി നേരത്തെ തെറ്റി പറഞ്ഞ മിസ്. ഓക്കെ, യെസ്.
അപ്പോൾ എന്താ പറയുന്നത്, അച്ഛൻ്റെ കൂടെ അങ്ങനെ വലിയ കാൽവെപ്പുകളോട് കൂടെ ഇങ്ങനെ നടക്കാണ് കേട്ടോ. വലിയ കാൽവെപ്പുകളാണ് അച്ഛൻ. ഇങ്ങനെ പെട്ടെന്ന് നടക്കുന്ന ആളുകളാണല്ലേ, നമുക്കറിയാം മുതിർന്ന ആളുകളാണ്, അവർ വേഗം നടക്കില്ല, ഇങ്ങനെ വലിയ വലിയ കാൽവെപ്പായിരിക്കും. നമുക്ക് കുട്ടികൾക്ക് എന്താണ് അവരുടെ ഒപ്പം എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, അതിനൊപ്പം തന്നെ അച്ഛൻ്റെ ഒപ്പം നടക്കാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ. എൻ്റെ ഡ്രസ്സൊക്കെ എന്താണ് പുതുപുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ, നിങ്ങൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയ ദിവസം? എന്തായാലും ഓർമ്മ ഉണ്ടാവാൻ വഴി കുറവാണ്, എന്നാലും മിസ് ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു? എല്ലാവരും കരഞ്ഞിട്ട് പോകാനാണ് സാധ്യത. കരയാണ്ട് പോയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ശരത്ത്, യെസ്, ഓർമ്മയുണ്ടോ? എന്നാ ഒന്ന് പറഞ്ഞ്, കരഞ്ഞിട്ടാണോ പോയത് അതോ ഭയങ്കര ഹാപ്പി ആയിട്ടാണോ, എക്സൈറ്റഡ് ആയിട്ടാണോ നിങ്ങൾ പോയത്? പറഞ്ഞേന്ന്. യെസ്, കരഞ്ഞു അല്ലേ? ശരത്ത് പറയുന്നുണ്ട്, കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. കരഞ്ഞിട്ടായിരിക്കും മിക്കവരും എന്തായിരിക്കും, കരഞ്ഞിട്ടായിരിക്കും പോയിണ്ടാവും അല്ലേ. വിച്ചു ഒന്ന് പറഞ്ഞേ, കരഞ്ഞിട്ടാണോ പോയത്? ഞാൻ കരഞ്ഞിട്ടാ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് അത്ര പ്രൗഡായിട്ട് പറയുന്നത്? യെസ്, റീനു കരഞ്ഞിട്ടാ പോയെന്ന് പറയുന്നുണ്ട്. മിക്കവരും അങ്ങനെ തന്നെയായിരിക്കും പോയിണ്ടാവും അല്ലേ, കരഞ്ഞിട്ട്. ഹാപ്പി ആയിട്ട് പോയ ഒരാളുണ്ട്, കേസൽ. ഓക്കെ, നല്ല പേരാണല്ലോ. ഹാപ്പി ആയിട്ട് പോയി. യെസ്, ആരോണൊക്കെ ഹാപ്പി ആയിട്ടാണ് പോയത് കേട്ടോ. സ്മൈൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, തോംസ്. ഓക്കെ, കരഞ്ഞിട്ട്. നമുക്ക് ചിലർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അല്ലേ. ടീച്ചർക്ക് ഓർമ്മയുണ്ട്, ഹരിസാറിന്. പിന്നല്ലാണ്ട് എന്താ അങ്ങനെ ചോദിച്ചേ? ഓക്കെ, കരഞ്ഞ് പേടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. ശരിയല്ലേ, നമ്മൾ അത്ര നാളും അമ്മയുടെ അച്ഛൻ്റെയും അതുപോലെ തന്നെ ചേച്ചിയോ അനിയത്തിയോ അനിയനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കൂടെ വീട്ടിലിങ്ങനെ വിലച്ച് നടക്കേണ്ടുന്ന ആളുകളായിരിക്കും അല്ലേ. എന്നിട്ട് പിന്നെ എന്താണ്, നമ്മൾ സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? നിന്നെ എവിടെ കൊണ്ട് കളയാനാണോ പോണേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ കരഞ്ഞ് ബഹളമൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവൻ്റെ അവസ്ഥ എന്താ, അതുപോലെ ചിലർക്ക് എന്താണ്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. അങ്ങനെ സന്തോഷിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലർ പോയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കുക, അയ്യോ പെട്ടല്ലോ എന്ന് മനസ്സിലാവുക. അപ്പോൾ അതുപോലെ ഈ കുട്ടി പറയുന്നത് എന്താ, ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ. എൻ്റെ ഡ്രസ്സൊക്കെ എന്താണ്, പുതിയതായിരുന്നു. ബ്ലാക്ക് ഷൂസ്, അതുപോലെ തന്നെ ഗ്രീൻ സ്കൂൾ യൂണിഫോമിന്റെ കളർ എന്താണ്, ഗ്രീൻ സ്കൂൾ യൂണിഫോമാണ് അവൻ ഇട്ടിട്ടുള്ളത്. പ്രണവ്, യെസ്. നിഖിൽ, ദ റെഡ് ടാർബൂഷ്. എന്താണ് ടാർബൂഷ്? ഇവന്റെ തലയിലിരിക്കുന്ന ഈ സംഭവം അല്ലേ, ഇതാണ് റെഡ് ടാർബൂഷ്. അപ്പം റെഡ് കളറിലുള്ള ഈ ഒരു ടാർബൂഷ്, ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നല്ല സ്റ്റൈലായിട്ടാണ് ആൾ എന്തായാലും സ്കൂളിലോട്ട് പോകുന്നത്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗഎവർ വാസ് മിക്സ്ഡ് ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. അപ്പോൾ എൻ്റെ ഈ ന്യൂ ക്ലോത്ത്സിൽ, എൻ്റെ പുതിയ ഈ ഒരു ക്ലോത്ത്സ് ആണ് ഞാൻ ഇട്ടേക്കുന്നത് അല്ലേ, പുതിയ വസ്ത്രങ്ങളാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിലുള്ള സന്തോഷം ഉണ്ടാവും, ഡിലൈറ്റ്. എൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഹൗഎവർ വാസ് മിക്സ്ഡ്, അത് നല്ലൊരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം എന്താണ്, യെസ്, മിസ്സിൻ്റെ നെയിം ചോദിക്കുന്നത്, മിസ്സിൻ്റെ പേര് ഹരിജ എന്നാണ് കേട്ടോ. യെസ്, നിഖിൻ, യെസ്, മിസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ആ ഒരു സന്തോഷം, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. എന്തുകൊണ്ടാണ് ഫോർ എന്ന് പറയുന്നത്, എന്താണ്, ബിക്കോസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. കാരണം എന്തുകൊണ്ടാണ് മിക്സ്ഡ് ഫീലിംഗ് ഉണ്ടാവാനുള്ള കാരണം, ഇതൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. അത് കാരണം അറിഞ്ഞു വെക്കണം, എന്തുകൊണ്ടാണ് കുട്ടിക്ക് മിക്സ്ഡ് ഫീലിംഗ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് മക്കളെ, എന്തുകൊണ്ടാണ് മിക്സ്ഡ് ഫീലിംഗ് ഉണ്ടായിരുന്നത്? യെസ്, അവൻ പറയുന്നുണ്ട്, ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. ഇതൊരു ഉത്സവത്തിൻ്റെ ദിവസമൊന്നും അല്ല അല്ലേ, ഉത്സവത്തിൻ്റെ ദിവസമൊന്നുമല്ല. ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് എൻ്റെ സ്കൂളിൽ ചേർക്കാൻ പോകുന്ന, സെൻഡ് ചെയ്യുന്ന, അയക്കുന്ന ആ ഒരു ദിവസമാണിത്. അല്ലാതെ വല്ല ഉത്സവമോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ടാണ് കുട്ടിക്കൊരു മിക്സ്ഡ് ഫീലിംഗ് ഉണ്ടായിരുന്നത്. അപ്പം പുതിയ ഡ്രസ്സ് കിട്ടുമ്പോൾ എന്താണ്, യെസ്, അവന്തിക കുട്ടി, ഇറ്റ്സ് നോട്ട് എ ഫീസ്റ്റ് ഡേ, വെരി ഗുഡ് അക്ഷയ്. അപ്പോൾ അതാണ് പറയുന്നത് അല്ലേ. എന്താ പറയുന്നത്, ഒരു ഉത്സവത്തിൻ്റെ ദിവസമാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഹാപ്പി ആയിരിക്കും, ശരിയാണ്. പക്ഷേ ഇത് ഉത്സവമൊന്നുമല്ല, അത് സ്കൂളിൽ തന്നെ ചേർത്താൻ പോകുന്ന ദിവസമാണ് കൃഷ്ണേന്ദു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നു, അതുകൊണ്ട് അവനൊരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും അല്ലേ, പേടി ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, കുറേ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. My mother stood at the window watching us and I turned toward her from time to time appealing for help. അപ്പോൾ നമ്മൾ എപ്പോഴും പറയില്ലേ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ആ പോരാളിനെ ഒന്ന് നോക്കുക, ഒരു ഹെൽപ്പ് പ്ലീസ്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എന്താണ്, അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും പോകുമ്പോൾ എന്താ പറയുന്നത്, രണ്ടുപേരും പോകുമ്പോൾ ആര് നോക്കി നിൽക്കുന്നുണ്ട്, മൈ മദർ സ്റ്റൂഡ് അറ്റ് ദ വിൻഡോൻ്റെ അടുത്ത്, ജനലിൻ്റെ അടുത്തായിട്ട് എന്താ പറയുന്നത്, അമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മ നിൽക്കുന്നുണ്ട്, വാച്ചിങ് ആസ്, ഞങ്ങളെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം. എന്ന് വെച്ചാൽ എന്താ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മേനെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അമോഘ്, യെസ്. ശ്രേയ, യെസ്. എന്തിനാണ്, ടു കോൾ ബാക്ക് അല്ലെ, തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട്. മിടുക്കൻ. ആരാ പറഞ്ഞത്, അക്ഷയ്, യെസ്.
അപ്പോൾ എന്താ പറയുന്നത്, ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹർ ഫ്രം ടൈം ടു ടൈം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മേനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തിനാണ്? അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമോ, അമ്മ തിരിച്ച് വിളിക്കുമോ, പോണ്ടാന്ന് പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അമ്മ ജനലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. വി വാക്ക്ഡ് along a street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees and a few date palms. എന്താ പറയുന്നത്, ഇനി അവർ പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് അതാണ് പറയുന്നത് കേട്ടോ. യെസ്, എന്തൊക്കെ പറഞ്ഞത്? വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. കുറേ ഗാർഡൻസ് ഒക്കെ ആയിട്ടുള്ള, നല്ല ഭംഗിയിൽ ഗാർഡൻസ് ഒക്കെ ഉള്ള, രണ്ട് വരിയായിട്ട് എന്താണ് ഗാർഡൻസ് ഒക്കെ ഉള്ള ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. രണ്ട് സൈഡിലും എന്തുണ്ട്? ഗാർഡൻസ് ഉണ്ട്. രണ്ട് സൈഡിലും എന്തുണ്ട്? എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫീൽഡ്സ് ഉണ്ട്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാണുന്ന സൈറ്റ്സ്. കാരണം വെച്ചാൽ ഈ സ്റ്റോറിയിൽ രണ്ടും കമ്പാരിസൺ അല്ലെങ്കിൽ എന്താണ് ആ ഡിഫറൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതേണ്ടി വരും. ഇപ്പോഴത്തെയും പിന്നത്തെയും, ബിഫോർ ആഫ്റ്റർ ചോദിക്കണ പോലെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വഴികളൊക്കെ നോക്കി വയ്ക്കാം. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയുക, അവർ കാണുന്ന കാഴ്ചകളാണ്. യെസ്, റൈഹാനത്ത്. യെസ്, വെരി ഗുഡ്. അവർ കാണുന്ന കാഴ്ചകൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? അവർ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നത്. ലൈൻഡ് വിത്ത് ഗാർഡൻസ്, രണ്ട് സൈഡും ഗാർഡൻസ് ഉണ്ട് കേട്ടോ. രണ്ട് ഗാർഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, രണ്ട് സൈഡിലും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫീൽഡ്സ് ഉണ്ട് കേട്ടോ. നല്ല വലിയ വിശാലമായിട്ട്, റീനുകുട്ടി കേട്ടല്ലോ, വിശാലമായിട്ടുള്ള എന്തുണ്ട്? ഫീൽഡ്സ് ഉണ്ട്, പാടങ്ങളുണ്ട്. പിന്നെ എന്തുണ്ട്? അവിടെ എന്തൊക്കെ ക്രോപ്സ് ആണ് ഉള്ളത്? ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ ക്രോപ്സ് ആണ് റീനുകുട്ടി, എന്തൊക്കെയാണ് ഉള്ളത്? അർഷാദ്, യെസ്. വിസ്മയ, ആസി, ഒന്ന് പറഞ്ഞേ എന്തൊക്കെ ക്രോപ്സ് ആണ് ഉള്ളത് എന്ന് വേഗം ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ കാഴ്ചകൾ അവർ കാണുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് മിസ് ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കുറേ കാഴ്ചകൾ കാണുന്നുണ്ട് പറഞ്ഞു, പാടങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ പാടത്ത് എന്തൊക്കെ വിളകളാണ്, ക്രോപ്സ് ആണ് ഉള്ളത്? ഡേറ്റ്സ്, ശരത്, യെസ്, വെരി ഗുഡ്. ഡേറ്റ് പാംസ് ഉണ്ട്, പനകൾ അല്ലേ, പന ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ഹെന്ന ട്രീസ് ഉണ്ട്. ആസിഫ്, യെസ്, വെരി ഗുഡ്. ശരത്, ഹെന്ന ഉണ്ട്. യെസ്, കേസൽ പറയുന്നു പേഴ്സ് ഉണ്ട്. യെസ്, വെരി ഗുഡ്. ഇൻഫെക്റ്റഡ് സോൾ, യെസ്. ബിന്ദു, യെസ്. റിഹാനത്ത്, യെസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഹെന്ന ട്രീസ് ഉണ്ട്, മൈലാഞ്ചി ചെടികളുണ്ട്. ഡേറ്റ് പാംസ് ഉണ്ട്, പനകളുണ്ട്. അതുപോലെ തന്നെ പ്രിക്ലി പേഴ്സ് എന്ന ചില കള്ളിമുൾ ചെടി കേട്ടോ. ആ മുള്ളുകളൊക്കെ ഉള്ള ഒരു പഴമാണ് പേഴ്സ് അല്ലേ. ആ ഒരു പ്രിക്ലി പേഴ്സ്, കള്ളിമുൾ ചെടി, ആ ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുട്ടി ചോദിക്കുകയാണ്, ഇതൊക്കെ മൈലാഞ്ചി മരങ്ങളൊക്കെ ഉണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇവർ നടന്നു പോകുമ്പോൾ കുട്ടി ചോദിക്കുകയാണ്, വൈ സ്കൂൾ? ഐ ചാലഞ്ച് മൈ ഫാദർ ഓപ്പൺലി. അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ തുറന്ന് എന്താണ് ഒരു ചാലഞ്ച് ചെയ്യണ പോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വൈ സ്കൂൾ? എന്തിനാ സ്കൂള് എന്ന് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്. I shall never do anything to annoy you. എന്താ പറയുന്നത്, ഞാൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പം ഞാൻ കുറുമ്പൊക്കെ കാണിച്ചിട്ട് തന്നെ സ്കൂളിലേക്ക് വിടാണ് എന്നുള്ളൊരു ചിന്തയാണ് ആർക്കുള്ളത്? നമ്മുടെ കുട്ടികളുള്ളത്. അപ്പം നമ്മളാണെങ്കിലും ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. അമ്മയും അച്ഛനൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ മിസ്സിൻ്റെ അടുത്ത് പറയാറുണ്ടെന്ന് പറഞ്ഞു, കുറുമ്പ് കാണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കൂളിലാക്കും. മിസ്സിന് ചെറിയ കുഞ്ഞു വയസ്സായപ്പോൾ, സ്കൂളിൽ പോകേണ്ട പ്രായമായിട്ടില്ല, അതിന് മുന്നേ തന്നെ. അപ്പം അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് മിസ്സിന് ഓർമ്മയുള്ള കാര്യമല്ല കേട്ടോ, പാരൻസ് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. മിസ് അപ്പോഴേ കരയുമായിരുന്നു. പിന്നെ മിസ് ആ സമയത്ത് നഴ്സറിയിലൊന്നും പോയില്ല, നേരെ 1ാം ക്ലാസ്സിലായിരുന്നു പോയിട്ടുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, മുമ്പേ തൊട്ട് അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികളാണ് ആ സമയത്ത് നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട് സ്കൂൾ എന്ന് ചോദിച്ചു റീനു, യെസ്, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് സ്കൂൾ എന്ന് ചോദിച്ചു അക്ഷയ്, യെസ്, ആൻസേഴ്സ് പറയുന്നുണ്ട്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് സ്കൂൾ? ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇനി ഒന്നും ചെയ്യില്ല, കുറുമ്പ് ഒന്നും ചെയ്യില്ല എന്ന് കുട്ടി ഇങ്ങനെ പറയാണ് കേട്ടോ. യെസ്, ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ? He said laughing. അപ്പോൾ അച്ഛനത് കേട്ടപ്പോൾ എന്താണ്, ചിരിയാണ് വന്നത്. അച്ഛൻ പറയാണ്, ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ? ഞാൻ നിന്നെ ശിക്ഷിക്കുകയാണോ? ആണോ? ശിക്ഷിക്കല്ലോ. ഐ എം നോട്ട് പണിഷിങ് യു, ഞാൻ നിന്നെ ശിക്ഷിക്കല്ല, ആണോ? ആം ഐ എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെ ഞാൻ ചെയ്യാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് ആണ്, നമുക്ക് ആവശ്യമുള്ള ആളാണ് കേട്ടോ ക്വസ്റ്റ്യൻ ടാഗ്. He said laughing, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെന്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫാദർ പറയുന്ന വേർഡ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെന്റ്. ആ കുട്ടിക്ക് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല അല്ലേ. യെസ്, വെരി ഗുഡ്. ആ കുട്ടിക്ക് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവന് പേടിയാണ്, അവൻ കുറുമ്പൊക്കെ കാണിച്ചിട്ടാണ്. പ്രേമലുവിലെ റീനു ആണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, ഇൻഫെക്റ്റഡ് സോൾ. ഓക്കെ, സ്കൂൾ പണിഷ്മെന്റ് അല്ല എന്ന് പറയാണ്. സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെന്റ്, ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. നിന്നെ പോലത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറിയാണ് എന്ത്, സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയാണ്, ഇറ്റ്സ് എ ഫാക്ടറി. അതൊരു ഫാക്ടറിയാണ് ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ആണോ മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻ ചോദിക്കട്ടെ മിസ്, എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്, അതൊരു ഫാക്ടറിയാണ്, നിങ്ങളിൽ നിന്ന് നല്ല ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫാക്ടറിയാണ് അതെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ.
നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വേഗം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെന്റ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? യെസ് ഉണ്ട്. മോൺസ്റ്റർ ഗെയിമർ യെസ് ഉണ്ട് എന്ന് പറഞ്ഞായിരിക്കില്ലേ? ഉണ്ടാന്ന് യെസ് ഉണ്ട്. യെസ് ഓക്കെ, നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? കറക്റ്റാണ്. നോ നെവർ എന്നൊരാൾ പറയുന്നുണ്ട്. ആരത്? യെസ് മുഹമ്മദ് ജാബിർ. ഓക്കെ, മുഹമ്മദ് ജാബിറിന് അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ യെസ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള, കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഫാക്ടറിയാണ് ഈ സ്കൂളിൽ നിന്നാണ് അച്ഛൻ പറയുന്നത് കേട്ടോ. ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരണ്ടേ എന്ന് ചോദിക്കണം. അപ്പോൾ കുഞ്ഞു കുട്ടിയാണ്, അവനടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇതൊരു ഫാക്ടറിയാണ്, നിന്നെ പോലത്തെ കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഫാക്ടറിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ചെറുതായിട്ട്, ആർക്കത് ചെറുതായിട്ട് തോന്നുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഫാക്ടറിയാണെന്ന്? യെസ്, യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. യെസ്, യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെ, നമുക്ക് വളരാനുള്ളൊരു സ്ഥലം തന്നെയാണ് സ്കൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിക്കുക, ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട്, നിങ്ങളുടെ പിയേഴ്സുമായിട്ട് നിങ്ങൾ കമ്പനിയായി അവരിൽ നിന്ന് കുറേ അറിവുകൾ കിട്ടും, നമുക്ക് തിരിച്ച് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കായാലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് അല്ലേ? അപ്പോൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഫാക്ടറി തന്നെയാണ്, നമുക്ക് അങ്ങനെ പറയാം. യെസ്, ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഓക്കെ, ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. അപ്പോൾ കുഞ്ഞു കുട്ടിയാണ്, അവന് ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ എന്താ തോന്നുന്നത്? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല അതിൽ. ഐ ഡിഡ് നോട്ട് ബിലീവ് ദാറ്റ് വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടാറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. അപ്പോൾ അവന് തോന്നുന്ന കാര്യം എന്താണ്? ഐ ഡിഡ് നോട്ട് ബിലീവ് ദാറ്റ് വാസ് റിയലി എനി ഗുഡ്, എന്തെങ്കിലും നല്ല കാര്യം ഉണ്ട് ഇതിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ പറയുന്നത്? ടു ബി ഹാഡ് ഇൻ ടാറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടിനോട് നമുക്കൊരു ഇൻറ്റിമസി ഉണ്ടാവും അല്ലേ? ഒരു ബന്ധം ഉണ്ടാവില്ലേ? ആ ഒരു ഇൻറ്റിമസി, ആ ഒരു കൂട്ട്, നമുക്ക് അതില്ലാണ്ട് പറ്റില്ല. ആ ഒരു അടുപ്പം, ആ ഒരു അടുപ്പത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യുന്നു? ടാറിങ് എന്ന് വെച്ചാൽ എന്താണ്? എന്നെ വലിച്ചു മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിങ്ങിലേക്ക് എന്നെ കൊണ്ട് വീക്കുന്നത്, എറിഞ്ഞിടുന്നത്. അതിൽ എന്തെങ്കിലും നല്ലതുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയാണ് കേട്ടോ. യെസ്, ഹലോ പ്ലീസ് ഷെയർ, നമുക്ക് 200 വ്യൂസ് ആക്കണം, വേഗം ഒന്ന് ഷെയർ ചെയ്യൂ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ആരതെന്ന് പറയുന്നത്? യെസ്, നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നടക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വേഗം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ലൈക്ക് ചെയ്തിട്ടല്ലേ മക്കളെ നിങ്ങൾ കാണാതിരിക്കുന്നേ? ലൈക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ വ്യൂസ് എന്താണ്? വ്യൂസ് വളരെ കുറവാണോ അത് കൂടുതലാണോ? എന്താണ് അവസ്ഥ? ഒന്ന് വേഗം ഷെയർ ചെയ്തേ മക്കളെ, നിങ്ങളുടെ പവർ ഒന്ന് കാണിച്ചു. ഇതാണോ ക്ലാസ് 9 പവർ? അയ്യോ, വേഗം ഒന്ന് ഷെയർ ചെയ്തേ. യെസ്, ആരൊക്കെ ഷെയർ ചെയ്തു? യെസ്, മോൺസ്റ്റർ ഗെയിമർ പറയുന്നുണ്ട് ഷെയർ ചെയ്തു കേട്ടോ. യെസ്, ഒന്ന് വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ പവർ ഒന്ന് കാണിക്കാം. മിസ്സിനൊന്ന് ഞെട്ടിച്ചേ നിങ്ങൾ. അപ്പോൾ പറയാം ക്ലാസ് 9 റോക്ക്ഡ്, മിസ് ഷോക്ക്ഡ് എന്ന് പറയാം നമുക്ക്. വേഗം ആവട്ടെ. ഓക്കെ, യെസ്, വേഗം വ്യൂസ് ആയി കഴിഞ്ഞാൽ മിസ് ഒരു കാര്യം ചെയ്യാം, മിസ് നിങ്ങൾക്ക് ഒരു പാട്ട് പാടി തരാം. ഓക്കെ, മിസ് ഫുൾ പവർ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ ഷെയർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഷെയർ ചെയ്ത് വേഗം ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോകാം. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നേരെ നമ്മൾ വ്യൂസ് കൂടുമ്പോൾ മിസ് ഒരു പാട്ട് പാടും കേട്ടോ മിസ്സിന്. യെസ്, ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താ പറയുന്നത്? അപ്പോൾ എനിക്ക് എന്തെങ്കിലും നല്ലതുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ് ടേൺ ആൻഡ് ഗ്രീം. എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവന് സ്കൂളിനെ പറ്റിയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് പറയുന്നത് അല്ലേ? ഈ ഒരു ഭാഗത്ത് എന്താ പറയുന്നത്? അവൻ ആദ്യം തോന്നുന്ന ആ ഒരു വ്യൂ, അവൻ്റെ വ്യൂ ഇതാണ്. എന്താ പറയുന്നത്? ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ് ടേൺ ആൻഡ് ഗ്രീം. എനിക്ക് തോന്നിയത് ആ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? സ്കൂളിൽ നിന്ന് ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഹൈ വാൾഡ് ഫോർട്രസ്, വലിയ ചുമരുകളൊക്കെയുള്ള ഒരു ഫോർട്രസ്, ഒരു എന്താണ്, ഒരു കോട്ട പോലെ. സ്റ്റേൺ ആൻഡ് ഗ്രീം, അൺപ്ലസന്റ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള, അങ്ങനെയുള്ള സ്റ്റേൺ ആയിട്ടുള്ള, കർക്കശമായിട്ടുള്ള, കഠിനമായിട്ടുള്ള ഒരു കോട്ട പോലെയാണ് എനിക്കതിനെ ഫീൽ ചെയ്തത് എന്ന് പറയാൻ കേട്ടോ. When we arrived at the gate, we could see the courtyard, vast and crammed, full of boys and girls. അപ്പോൾ ഞങ്ങൾ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ച കാഴ്ച എന്ന് പറയുന്നത് എന്താണ്? When we arrived at the gate, ഗേറ്റിൽ അവിടെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? We could see the courtyard. ഞങ്ങൾക്ക് ആ കോർട്ട്യാർഡ് കാണാൻ പറ്റി. എന്താണ് കോർട്ട്യാർഡ് മക്കളെ? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്താണ് കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ? എന്താണ് കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ? എന്താണ്? നമുക്ക് വീടിന് കോർട്ട്യാർഡ് ഉണ്ടാവും, അതുപോലെ തന്നെ യെസ്, ബിൽഡിങ്സിനൊക്കെ കോർട്ട്യാർഡ് നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്താണ് നമ്മൾ പറയാം, ഈ സ്കൂളിനൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിലൊക്കെ വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പോൾ അതുപോലെ എന്താണ്? അതുപോലെ മുറ്റം. യെസ്, ആരാ പറഞ്ഞത്? ശരണ്യ കുട്ടി, വെരി ഗുഡ്. യെസ്, സൂര്യകുട്ടി കറക്റ്റ് ആണ് കേട്ടോ. സൈൻ അപ്പ്. യെസ്, വെരി ഗുഡ്.
മുറ്റത്തിനെയാണ് പറയുന്നത് കേട്ടോ ശരത്ത്. യെസ്, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ വലിയ മുറ്റമുണ്ട്, വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അതിൽ നിറയെ ആരാണുള്ളത്? ബോയ്സും ഗേൾസും. സ്കൂളാണല്ലേ, അപ്പം എന്താണ് നിറയെ കുട്ടികളായിരിക്കും. അപ്പം നിറയെ എന്താ നടുമുറ്റം. യെസ്, വെരി ഗുഡ്. ആരാ പറഞ്ഞ? റീനു. യെസ്, വെരി ഗുഡ്. അപ്പോൾ കറക്റ്റാണ്, നടുമുറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താണ് നിറയെ കുട്ടികളാണ്, ബോയ്സും ഗേൾസും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഗോ ഇൻ ബൈ യുവർ സെൽഫ് said my father. അപ്പോൾ ഫാദർ പറയാ കുട്ടിയുടെ അടുത്ത്, ഗോ ഇൻ ബൈ യുവർ സെൽഫ്, നീ തന്നെ സ്വയം പോ അങ്ങോട്ട്. ആൻഡ് ജോയിൻ ദം, അവരെ ജോയിൻ ചെയ്യും, അവരുടെ കൂടെ ചെല്ല് എന്ന് പറയാണ്. അവരുടെ കൂടെ ഇരിക്കും. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. വോണ്ട് യു? അപ്പം അച്ഛൻ പറയാണ് എന്താണ്? പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, നിന്റെ മുഖത്ത് എന്താണ് ഒരു ചിരി വരട്ടെ. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ഒന്ന് ചിരിക്കി. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് ഒരു നല്ല എക്സാമ്പിൾ ആവും. കുറേ കുട്ടികൾ കരയുന്നുണ്ടാവും അല്ലേ. അപ്പം നമ്മളെപ്പോഴും എന്താണ് കരയാണ്ടിരിക്കുന്നവരെയാണ് നമ്മുടെ അച്ഛനും അമ്മയും കാണിച്ചത്. നോക്കി നീയൊക്കെ കരയണ പോലെ നീയൊക്കെ അല്ലേ കരയുന്നുള്ളൂ, നോക്കി ആ കുട്ടീനെ നോക്കി അവൻ കരയാണ്ട് മിടുക്കനായിട്ടിരിക്കണോ എന്നൊക്കെ പറയും. അപ്പം അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് മറ്റുള്ളവർക്ക് മാറണം. എൻ്റെ മോൻ ചെയ്യണം, ചിരിച്ചിട്ട് അങ്ങോട്ട് പോകണം. എന്നിട്ട് എന്ത് പറയുന്നത്? വോണ്ട് യു, മറ്റുള്ളവർക്കൊരു എക്സാമ്പിൾ ആവണം. ചെയ്യില്ലേ നീ? വോണ്ട് യു, അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. യെസ്. അപ്പോൾ കുട്ടി, ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്, ഞാൻ എന്താണ് എനിക്ക് മടി തോന്നി. ഐ ഹെസിറ്റേറ്റഡ് എന്ന് വെച്ചാൽ ഞാൻ മടിച്ച് എന്താ ചെയ്യുന്നത്? ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്, അച്ഛൻ്റെ കയ്യിൽ തന്നെ അവനെ മുറുക്കി പിടിച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ബട്ട് ഹീ ജെൻലി പുഷ്ഡ് മീ ഫ്രം ഹിം, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ആളിൽ നിന്ന് അവനെ ജസ്റ്റ് ജെൻലി പുഷ്ഡ്, പതുക്കെ മൃദുവായിട്ട് സോഫ്റ്റായിട്ട് അവനൊന്ന് പുഷ് ചെയ്തു, ആളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് ബി ബോൾഡ് he said, ആളെന്ത് പറഞ്ഞു? ബി ബോൾഡ്, കുറച്ച് ധൈര്യം കാണിക്കേ. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്, നീ ഇന്ന് ശരിക്കും ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്, നീ ശരിക്കും ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ് ഇസ് ടൈം ടു ലീവ്, നീ പോകാൻ നേരത്ത് നിനക്ക് എന്ത് കാണാൻ പറ്റും? എന്നെ ഇവിടെ കാണാൻ പറ്റും, ഞാൻ എന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും. പോകാൻ നേരത്ത് നിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്, ഞാനപ്പോൾ മുന്നോട്ട് കുറച്ച് സ്റ്റെപ്സ് എടുത്തു, കുറച്ച് നടന്നു. ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക്ഡ്, എന്നിട്ട് വീണ്ടും നോക്കി. അവിടെ എന്താണ്? ബട്ട് സോ നത്തിങ്, പക്ഷെ ഒന്നും കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ, പിന്നീട് അവൻ എന്ത് കാണാൻ സാധിച്ചു? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ മുഖങ്ങൾ കാണാനായിട്ട് സാധിച്ചു. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം, അതിൽ ഒറ്റ ആളെ പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഐ ഡിഡ് നോട്ട് നോ, എനിക്ക് അറിയുമായിരുന്നില്ല. എ സിംഗിൾ വൺ ഓഫ് ദം, അവരിൽ ആരെയും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. none of them knew me, എന്താ പറയുന്നത്? അവരിൽ ആർക്കും എന്നെയും അറിയില്ലായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല അല്ലേ. ആദ്യമായിട്ട് നമ്മൾ സ്കൂളിൽ പോകാം, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് നേരത്തെ അറിയുന്നുണ്ടാവോ? എന്തായാലും അറിയുന്നുണ്ടാവില്ല. കാരണം എന്താണ്? ചിലരെയൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ, ഒരുമിച്ച് നഴ്സറിയിൽ പഠിച്ച് UKG പഠിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുമിച്ച് അറിയുന്നതായിരിക്കും. നഴ്സറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയായിരിക്കും. അല്ലാണ്ടൊക്കെ എന്താണ്, നമുക്ക് പുതിയ കുട്ടികളാണ്, പുതിയ ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ എല്ലാവരും പുതിയതാണ് അല്ലേ. അപ്പം അങ്ങനെ അവർ കാണാണ്, ആരെയും അറിയില്ല, അവനെയും ആർക്കും അറിയില്ല. I felt I was a stranger who had lost his faith. എന്താ പറയുന്നത്? I felt I was a stranger, ഞാനൊരു സ്ട്രേഞ്ചർ ആയിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ എന്താ? അപരിചിതനായിട്ട് എനിക്ക് തോന്നി. Who had lost his faith, വഴിയൊക്കെ തെറ്റി വന്നിട്ടുള്ള ഒരു അപരിചിതനെ പോലെ എനിക്ക് എന്നെ സ്വയം തോന്നി. But glances of curiosity were directed toward me. പക്ഷേ glances of curiosity എന്താണ്? ആകാംക്ഷയുടെ നോട്ടങ്ങൾ എനിക്ക് നേരെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു, എൻ്റെ നേരെ തിരിയുന്നുണ്ടായിരുന്നു. And a boy approached and asked, ഒരു ബോയ് വന്നിട്ട് ഇവനോട് ചോദിക്കുന്നത് എന്താണ്? Who brought you? നിന്നെ ആരാ കൊണ്ടുവന്നത്? അപ്പം ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവും അല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നമ്മളടുത്ത് നിന്ന് സംസാരിക്കാനായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്കായാലും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക. ചിലപ്പോൾ അവരുടെ അടുത്തായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവരായിരിക്കും മാറുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ എന്താണ് പറയുന്നത്? നിന്നെ ആരെവിടെ കൊണ്ടുവന്നേ എന്ന് ഒരു ചെക്കൻ വന്ന് ചോദിക്കുകയാണ്. മൈ ഫാദർ, ഐ സെഡ്, ഐ വിസ്പേർഡ്. അപ്പോൾ ഇവൻ എന്താണ് പതുക്കെ, വിസ്പേർഡ് എന്ന് വെച്ചാൽ എന്താണ്? പതുക്കെ മന്ത്രിക്കുകയാണ്. എന്താണ്? പതുക്കെ പറയാണ്. എന്താ പറഞ്ഞത്? മൈ ഫാദർ, എൻ്റെ അച്ഛനാണ് കൊണ്ടുവന്നത്. മൈ ഫാദേഴ്സ് ഡെഡ്, ഹി സെഡ് ക്വൈറ്റ് സിംപ്ലി. അപ്പോൾ ഈ വന്ന ചെക്കൻ എന്താ ഭയങ്കര സിമ്പിളായിട്ട് അവൻ പറയാണ്. എന്താ? മൈ ഫാദർ ഇസ് ഡെഡ്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയാണ്. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, എനിക്ക് എന്താ പറയേണ്ടത് എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. യെസ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടി ഇതുവരെ ജീവിച്ച ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. സ്കൂളിൽ വരുമ്പോൾ അവന് പുതിയ അനുഭവങ്ങളാണ് വരുന്നത് അല്ലേ, ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളുണ്ടെന്ന് അവൻ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവൻ തിരിച്ച് എന്താണ് പറയേണ്ടത് എന്ന് അറിയുന്നില്ല. The gate was closed. ആ ഗേറ്റ് എന്താണ്? അടഞ്ഞു. letting out a pitiable screech, ഒരു pitiable ആയിട്ടുള്ള എന്ന് വെച്ചാൽ എന്താ, ദയനീയമായിട്ടുള്ളൊരു കരച്ചിൽ പുറത്ത് വിട്ടിട്ട് ആ ഗേറ്റ് അടഞ്ഞു. അതായത് ഗേറ്റ് അടയുന്നതിൻ്റെ ആ ശബ്ദം കേട്ടു. some of the children burst into tears. അപ്പം നമുക്കറിയാം ഗേറ്റ് അടച്ചു എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടികൾ അടുത്ത് എന്താ ചെയ്യുക? കുട്ടികൾ എന്ത് ചെയ്യും?
കരയൂല്ലേ. അപ്പോൾ അവരെന്താ ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. അയ്യോ എനിക്ക് അമ്മേനെ കാണണം, അച്ഛനെ കാണണം, എനിക്ക് ഇപ്പോൾ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങി. ദ ബെൽ റാങ്. അപ്പോൾ എന്താണ്, ബെല്ലടിച്ചു. ആ സമയത്ത് ബെല്ലടിച്ചു. എ ലേഡി കെയിം അലോങ് followed by a group of men. ഒരു സ്ത്രീ വന്നു, അവരുടെ കൂടെ ആരുണ്ട്, കുറച്ച് ആളുകളും കൂടെ ഉണ്ട്. The men began sorting us into ranks. ആ men വന്നിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു, റാങ്ക് അനുസരിച്ച് സോർട്ട് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ക്ലാസ്സിലേക്ക് ആക്കണം അല്ലേ ഈ കുട്ടികളൊക്കെ. അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ ക്ലാസ്സിലേക്ക് ആക്കി തുടങ്ങി. യെസ്, this is your new home said the woman. അപ്പോൾ ആ വന്നിട്ടുള്ള സ്ത്രീ പറഞ്ഞു, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. this is your new home. ഇത് നിങ്ങളുടെ പുതിയ വീടാണ് എന്ന് പറഞ്ഞു. here too there are mothers and fathers. ഇവിടെ നിങ്ങൾക്ക് അച്ഛന്മാരും കുറേ അമ്മമാരും എല്ലാവരും ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഈ വന്നിട്ടുള്ള സ്ത്രീ ആരായിരിക്കും മക്കളെ? വേഗം ഒന്ന് കമന്റ് ചെയ്തേ, ആരായിരിക്കും ഈ വന്നിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത്? ഈ വുമൺ എന്ന് പറയുന്ന സ്കൂളിലുണ്ടാവും. നമുക്കറിയാം, നമ്മൾ വന്നു കഴിയുമ്പോൾ എന്താണ്, മിഠായി തരും, ചിലപ്പോൾ ബലൂണൊക്കെ തരും. ഫസ്റ്റ് ഡേ ആകുമ്പോൾ കുട്ടികൾ, ഇപ്പം നമുക്ക് കാണാൻ പറ്റും അല്ലേ, കുട്ടികൾ വരുമ്പോൾ ഫസ്റ്റ് ഡേ ആകുമ്പോൾ കുറച്ച് മിഠായിയൊക്കെ തന്ന് അവരെ പാട്ടൊക്കെ പഠിപ്പിച്ച്. യെസ്, അധ്യാപകൻ വെരി ഗുഡ്. ഹെഡ് മിസ്ട്രസ് ആവാം, ടീച്ചർ അല്ലേ, ഒരു ടീച്ചർ ആവാം. യെസ്, വെരി ഗുഡ്. അപ്പോൾ ടീച്ചറാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു തരാണ്, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കണം. എന്താണ് പറഞ്ഞത്, ടീച്ചർ എങ്ങനെയാണ് ഇവരെ ആശ്വസിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ പറയാണ്, നിങ്ങളുടെ പുതിയ വീടാണ്. ഹിയർ ടു ആർ ദർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഉണ്ട്. Here there is everything that is enjoyable and beneficial to knowledge and life. എന്താ പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള, എൻജോയബിൾ ആയിട്ടുള്ള, ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ബെനഫിഷ്യൽ എന്ന് വെച്ചാൽ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? ടു നോളജ് ആൻഡ് ലൈഫ്. അറിവിനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. Dry your tears and face life joyfully, won't you? അപ്പോൾ ആ ടീച്ചർ പറയുന്നതാണ് എന്താ, ഡ്രൈ യുവർ ടിയേഴ്സ്, നിങ്ങളുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കൂ, കണ്ണൊക്കെ തുടയ്ക്കൂ. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി, ജീവിതത്തിൻ്റെ സന്തോഷത്തോടെ നേരിടും, ഫേസ് ചെയ്യൂ എന്ന് പറയാണ്. വോണ്ട് യു, അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ നല്ലൊരു ലെസൺ ആണല്ലേ, ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക്. ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. അപ്പോൾ സ്കൂളിൽ എന്തൊക്കെയായിട്ട് പറയുന്നത്, ആദ്യം തന്നെ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞു. ഇപ്പം എന്താ പറയുന്നത്, ഒരു വീടാണ്. ഇവിടെ കുറേ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ബെനഫിറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. നോളജിനും നിങ്ങളുടെ ലൈഫിനും ബെനിഫിറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ ലൈഫിന് എന്ത് ചെയ്യണം, ജോയ്ഫുള്ളി, സന്തോഷത്തോടെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്യണം എന്ന് പറയാണ്. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ്. അപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. സത്യങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ എന്താണ്, കീഴടങ്ങി അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ടു. ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെയ്ൻമെന്റ്. ഞങ്ങളുടെ ഉള്ളിൽ എന്ത് കൊണ്ടുവന്നു, ഈ ഒരു സബ്മിഷൻ, ഈ ഒരു കീഴടങ്ങൽ ഞങ്ങളുടെ ഉള്ളിൽ എന്ത് കൊണ്ടുവന്നു, ഒരു ഒരു കണ്ടെയ്ൻമെന്റ്, ഒരു സംതൃപ്തി കൊണ്ടുവന്നു. കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. ഇവിടെ എൻജോയ് ചെയ്യാൻ കുറേ സാധനങ്ങളുണ്ടല്ലോ, കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എന്താണ്, ഒരു സംതൃപ്തി അവർക്ക് വന്നു. ഓക്കെ, യെസ്. ലിവിങ് ബീങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ് ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വെർ ടു ബി മൈ ഫ്രണ്ട്സ് ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. എന്താ പറയുന്നത്, ലിവിങ് ബീങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ്. ജീവികൾ എല്ലാവരും എന്താ, മറ്റ് ജീവികളോട് കൂടിച്ചേർന്നേക്കാണ്. ഇവിടേക്ക് എന്താണ്, ഈ സ്കൂളിലേക്ക് മറ്റ് ജീവികൾ, നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റ് ജീവികൾ, ആ കുട്ടിക്ക് തോന്നുന്ന കാര്യമാണ് അല്ലേ, അവൻ കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറെ ലിവിങ് ബീങ്സ് ആണ് അവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാ കുട്ടികളും കൂടെ ആ ഒരു ലിവിങ് ബീങ്സ് ഒക്കെ ഒരുമിച്ച് വന്നേക്കുവാണ്. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ്, ആ ഒരു ആദ്യ നിമിഷം തന്നെ എന്ത് ചെയ്തു, മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് such boys as were to be my friends. എൻ്റെ ഫ്രണ്ട്സ് ആകേണ്ടുന്ന ആ ബോയ്സിനോട് ഞാൻ ആദ്യ കാഴ്ചയിൽ തന്നെ അവരോട് ഫ്രണ്ട്സ് ആയി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും അല്ലേ, ഇവൻ കുഴപ്പമില്ല, ഇവൻ കൊള്ളാം, ഇവൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എനിക്ക് എൻ്റെ കൂടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്, നല്ല കുട്ടിയാണ്, അപ്പോൾ ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ നമുക്ക് തോന്നും ചിലപ്പോൾ അല്ലേ. ഫസ്റ്റ് തന്നെ എന്താണ്, ഫസ്റ്റ് സൈറ്റിൽ ലവ് മാത്രമല്ല സംഭവിക്കുക, ഫ്രണ്ട്ഷിപ്പും സംഭവിക്കില്ലേ. അപ്പോൾ അതുപോലെ എന്താണ്, അങ്ങനത്തെ ബോയ്സിൻ്റെ അടുത്ത് ഞാൻ കൂട്ടായി. അതുപോലെ തന്നെ ഈ ഗേൾ കൊള്ളാലോ, ഇവള് കൊള്ളാലോ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സൈഡിൽ തന്നെ എന്താണ്, അങ്ങനെ ഇഷ്ടമാവേണ്ട കുട്ടികളെ അവർക്ക് ഇഷ്ടമായി അല്ലേ. ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് ലൈൻ അടിക്കുമോ. പക്ഷേ എന്താണ് പറയുന്നത്, എല്ലാവരും ഫ്രണ്ട്സ് ആയെന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ്, അവൻ ആ സ്കൂളിലേക്ക് എന്താണ് അത് ചിക്കൻ. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു സ്കൂളിൽ എന്താണ്, അവനിപ്പോൾ ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്തു എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അവൻ ഏകദേശം മനസ്സിലായി. അപ്പോൾ അവൻ ഫുള്ള് ഹാപ്പിയാണ്. ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ അവന് ഫ്രണ്ട്സിനെ കിട്ടി, ബോയ്സിന് ഫ്രണ്ട്സ് ആക്കി. അതുപോലെ തന്നെ ഏതൊക്കെ ഗേൾസിനോടാണ് അവൻ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നിയിട്ടുള്ളത്, അങ്ങനെ അവൻ ഇഷ്ടങ്ങളും തോന്നാനായിട്ട് തുടങ്ങി. യെസ്. ഇനി എന്താ പറയുന്നത്,
then it seemed to me my misgivings had no basis. പിന്നീട് എനിക്ക് തോന്നി എന്താണ് എൻ്റെ മിസ്ഗിവിങ്സ് എന്ന് വെച്ചാൽ എന്താണ് എൻ്റെ ഈ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും ഒരു ബേസിസ് ഉണ്ടായിരുന്നില്ല, അതിനൊന്നും ഒരു ആധാരം ഉണ്ടായിരുന്നില്ല, അതൊന്നും വെറുതെ ഉള്ള ഡൗട്ട്സും കാര്യങ്ങളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നി. അപ്പം നല്ലതായിരുന്നു എന്ന് അവന് തോന്നി, അവന് മനസ്സിലായി ഇത് കുഴപ്പമില്ലല്ലോ എന്ന് മനസ്സിലായി. ഓക്കെ യെസ്, ഓക്കെ യെസ്. ഇനി എന്താണ്, I had never imagined school would have this rich variety. അപ്പോൾ കുട്ടിക്ക് ഇനിയും എന്താണ് ന്യൂ എക്സ്പീരിയൻസസ് ആണ് അല്ലേ, ന്യൂ എക്സ്പീരിയൻസ് ആണ്. അവൻ എന്താ പറയുന്നത്, I had never imagined school would have this rich variety. ഇത്രത്തോളം റിച്ച് വെറൈറ്റി ഉണ്ടാവും സ്കൂളിൽ എന്ന് അവൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. We played all sorts of games. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ഗെയിംസും ഞങ്ങൾ അവിടെ കളിച്ചു. എന്തൊക്കെയാണ്, സ്വിങ്സ്, ദ വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്. അപ്പോൾ ഇതൊക്കെ കളിച്ചു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്, സ്വിങ്സ് ഊഞ്ഞാലാടി, പിന്നെന്താണ് വോൾട്ടിംഗ് ഹോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ളൊരു കുതിര പോലെ അല്ലേ, അതിലിങ്ങനെ ഇരുന്ന് ആടാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ പറ്റും. അപ്പോൾ ആ ഒരു കുതിരമേലിരുന്ന് കളിച്ചു, ബോൾ ഗെയിംസ് കളിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കളികൾ ഞങ്ങൾ കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാന്റഡ് അവർ ഫസ്റ്റ് സോങ്. അപ്പോൾ ആ ഒരു മ്യൂസിക് റൂമിൽ എന്താണ് ഞങ്ങൾ ആദ്യത്തെ പാട്ട് ഞങ്ങൾ ചാന്റ് ചെയ്തു എന്ന് വെച്ചാൽ പാടി ഉരുവിട്ടു എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സോങ് ഞങ്ങൾ പാടി. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഞങ്ങൾ ആദ്യമായിട്ട് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഞങ്ങളുടെ മുന്നിൽ. എന്താണ്, ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്. യെസ്, ഭാഷ പഠിപ്പിച്ചു തുടങ്ങി എന്ന് വെച്ചാൽ എന്താണ്, മലയാളം എഴുതാനും ഇംഗ്ലീഷ് എഴുതാനും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി, ലാംഗ്വേജ് പഠിച്ചു തുടങ്ങി. വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത്. ഞങ്ങൾ ആദ്യമായിട്ട് എർത്തിൻ്റെ ഒരു ഗ്ലോബ് കണ്ടു. വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെന്റ്സ് ആൻഡ് കൺട്രീസ്. അത് റിവോൾവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താ, കറങ്ങുന്നത് അല്ലേ, അതിൻ്റെ കോണ്ടിനെന്റ്സും പല രീതിയിലുള്ള കോണ്ടിനെന്റ്സും കൺട്രീസും ഒക്കെ കാണിച്ചു തരുന്ന ഒരു ഗ്ലോബ് ഞങ്ങൾ കണ്ടു. അതുപോലെ എന്താണ്, we started learning the numbers. ഞങ്ങൾ നമ്പേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങി, അപ്പോൾ മാത്സ് പഠിക്കാനായിട്ട് തുടങ്ങി. വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾ കഴിച്ചു അല്ല മക്കളെ. ഇപ്പോൾ മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ചോറും പിന്നെ ചെറുപയറായിരുന്നു. ചെറുപയർ എന്ന് പറയുമ്പോൾ നല്ല കട്ടയായിട്ട് വയ്ക്കുന്ന ചെറുപയറായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പല മെനു ഉണ്ടാവും അല്ലേ, ഒരു ദിവസം സാമ്പാർ, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും എന്താ പറയുക ഉപ്പേരി കറി, അങ്ങനെ ചാറല്ലാത്ത കറി, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. സ്കൂളിൽ എങ്ങനെയാണ് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. മിസ് 8 സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. ആൽവിൻ, ബിജു ക്ലാസ്സിൽ നിങ്ങൾക്ക് യെസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല ഫുഡൊക്കെ ആണോ സ്കൂളിൽ? ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഫുഡ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ? അടിപൊളിയായിരുന്നു. 9th ആയപ്പോൾ അതും പോയി. 9th ഉണ്ടാവില്ലല്ലോ നിങ്ങൾക്ക്. യെസ്, 8th സ്റ്റുഡൻസ്. ഓക്കെ, 8ാം ക്ലാസ് വരെ ഉള്ളൂ അല്ലേ നിങ്ങൾക്ക് ഫുഡ് സ്കൂളിൽ നിന്ന്. യെസ്, സൂപ്പറാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണോ? പലർക്കും പല സ്കൂളിൽ ഇങ്ങനെ മെനു ഉണ്ടാവും അല്ലേ. എനിക്ക് സ്കൂളിൽ ഫുഡ് ഇഷ്ടമില്ല. ഓക്കെ, ഇഷ്ടമില്ല, പക്ഷേ നല്ല ടേസ്റ്റ്. മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. ഓക്കെ, സ്കൂൾ ഭയങ്കര ശോകമാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഓക്കെ യെസ്, പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഒന്നല്ല കേട്ടോ, നല്ല ഫുഡൊക്കെ കിട്ടും. അപ്പോൾ ഈ സ്റ്റോറിയിൽ കുട്ടി എന്നാ പറഞ്ഞാൽ അവൻ ലക്കിയാണെന്ന് തോന്നുന്നു, അവന് നല്ല ഫുഡാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ അവൻ കഴിച്ചു. യെസ്, സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, യെസ്റ്റർഡേ ചിക്കൻ ആയിരുന്നു സ്കൂളിൽ. വാവ്, ചിക്കനൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ഞങ്ങൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. പിന്നെ എന്താണ്, ചെറുതായിട്ടൊന്ന് മയങ്ങി. നാപ്പ് എന്ന് വെച്ചാൽ എന്താ, ചെറിയ മയക്കം, ചെറുതായിട്ടൊന്ന് മയങ്ങി. ആൻഡ് വോക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് പ്ലേയിങ് ആൻഡ് ലേണിംഗ്. പിന്നെ എന്താണ്, ചെറുതായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും, ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ടീച്ചർമാർ നമുക്ക് സമയം തരും ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങില്ലേ, നമുക്ക് പ്രത്യേകിച്ച് ആരും ടൈമൊന്നും തരേണ്ടി വരില്ല, നമ്മൾ തന്നെ ഇരുന്ന് ഉറങ്ങും അല്ലേ. ഇപ്പോഴത്തെ അവസ്ഥ അതായിരിക്കും. പക്ഷെ മുന്നൊക്കെ ഇങ്ങനെയാണ്, ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു പീരീഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ടീച്ചർമാരെന്ത് പറയും, ഒന്നും ചെയ്യാനില്ല, എല്ലാവരും കിടന്ന് ഉറങ്ങി, ഡെസ്കുമ്പോൾ തലവെച്ച് ഉറങ്ങി എന്നൊക്കെ പറയും. ഇപ്പം എന്താണ്, ഇപ്പം നമുക്ക് അങ്ങനെ ആദ്യം പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല, ക്ലാസ്സിലിരുന്ന് നമുക്ക് ഉറങ്ങാം അല്ലേ. അപ്പോൾ ഇത് അങ്ങനെയല്ല പറയുന്നത്, ഫസ്റ്റ് ഡേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, അവൻ ഉറങ്ങി, ചെറുതായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ എന്താണ്, വോക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. എന്നിട്ട് എണീറ്റിട്ട് എന്താണ്, വോക്ക് അപ്പ് എന്തിലേക്കാണ് ഉണർന്നെണീക്കുന്നത്, ഫ്രണ്ട്ഷിപ്പിലേക്കും ലവിലേക്കുമാണ് ഉണർന്നെണീക്കുന്നത്. പ്ലേ ആൻഡ് ലേണിംഗ്, കളിയും അതുപോലെ തന്നെ എന്താണ് ലേണിങ്, പഠനവും അതിലേക്കാണ് ഉണർന്നെണീക്കുന്നത്. ഓരോ സ്റ്റുഡൻറ്റും അങ്ങനെ തന്നെയാണ് അല്ലേ. സ്കൂളിൽ എന്താണ്, ഓരോ കാര്യങ്ങൾ, ഓരോ ആക്ടിവിറ്റീസ്, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, ലവ് ഉണ്ടാവും, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ടീച്ചറെ എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സീനക്കുട്ടി. യെസ്, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക്
മാക്സിമം നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ യൂട്യൂബ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. മിസ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഇപ്പോൾ കുട്ടി എന്താണ് സെറ്റ് ആയിട്ടുണ്ടല്ലേ, അവന് സ്കൂളിൽ വന്നിട്ട് അവന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആസ് അവർ path revealed itself to us, however we did not find it as totally sweet and unclouded. എന്താ പറയുന്നത്, ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ് സെൽഫ്, ഞങ്ങളുടെ വഴി അത് തനിയെ തുറന്നു വന്നപ്പോൾ, ഞങ്ങൾക്ക് ഏകദേശം സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ, however we did not find it as totally sweet and unclouded. അപ്പോൾ മുമ്പ് ടീച്ചർ പറഞ്ഞ പോലെ അടിപൊളിയാണല്ലോ, അടിപൊളിയാണ്, നല്ല ലൈഫായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അല്ല, അങ്ങനെ ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത് എന്ന് കുട്ടിക്ക് മനസ്സിലാവണം. എന്താ പറഞ്ഞവൻ, വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്. അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം അവന് മനസ്സിലായി. മുഴുവനായിട്ട് സ്വീറ്റ് ഒന്നല്ല, അൺക്ലൗഡഡ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമല്ല സ്കൂൾ എന്ന് മനസ്സിലാവാണ്. Dust laden winds and unexpected accidents could happen suddenly. Dust laden winds എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ, ഡസ്റ്റ് ലേഡൻ വിൻസും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻസും. നിങ്ങൾക്ക് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ എത്ര പേർക്ക് ഇഷ്ടമായിരിക്കും, നല്ല മക്കളാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാ ദിവസവും പോണത് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മടിയൊക്കെ തോന്നാറുണ്ട് അല്ലേ. ചില ദിവസം നമുക്ക് ഒന്നും കുറച്ച് നേരം കൂടെ ഉറങ്ങാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ തോന്നും അല്ലേ. ഓക്കെ, യെസ്, ഏഞ്ചൽ എന്നാണ് പേര്. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്കൂളിൽ എന്താണ് നമ്മൾ പറയുന്ന പോലെ അത്രത്തോളം സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത്. ചില ദിവസങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആൻഡ് സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് വാച്ച്ഫുൾ ആയിട്ട് എന്ന് വെച്ചാൽ അലേർട്ടായിട്ട് ഇരിക്കേണ്ടി വരാറുണ്ട്, പേഷ്യൻ്റ് ആയിട്ട് വളരെ ക്ഷമയോടുകൂടി ഇരിക്കേണ്ടി വരാറുണ്ട്. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. ഇത് എന്താണ് കളിച്ച് നടക്കേണ്ട കാര്യം മാത്രമല്ല, ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, കളിച്ച് വളരെ വെറുതെ തമാശ കളിച്ച് നടക്കേണ്ട ഒരു കാര്യം മാത്രമല്ല. സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഫുള്ള് കളിച്ച് നടക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമുക്കറിയാം, നമുക്ക് കുറേ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഫുള്ള് കളിച്ച് തമാശ കളിച്ച് നടക്കാനുള്ള ഒരു കാര്യമല്ല എന്ന് അറിയാമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. ഫുള്ള് തമാശ കളിച്ച് നടക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. റൈവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. റൈവൽറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും അല്ലേ മക്കളെ. സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ. നന്നായിട്ട് പഠിക്കുന്ന ആളാരാണ്, അല്ലെങ്കിൽ നല്ല എക്സാമിൽ നല്ല മാർക്ക് വാങ്ങുന്ന ആൾ, അങ്ങനെയൊക്കെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും മക്കളെ. എന്ന് പറഞ്ഞേ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടോ അങ്ങനെ ഹെൽത്തി കോമ്പറ്റീഷൻസ് ആവണം അല്ലേ, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ആവണം. ഫുൾ അങ്ങനെയാണല്ലേ. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര, ചിലപ്പോൾ വിളിച്ച് പറയില്ല എക്സാമിൻ്റെ തലേദിവസമൊക്കെ, ഞാനൊന്നും പഠിച്ചിട്ടില്ലടി നീ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്ത് പറയും, ഞാനും പഠിച്ചിട്ടില്ലടി എന്നൊക്കെ പറയും. ചിലപ്പോൾ ചിലർ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തായിരിക്കും, അവർ വിശ്വസിക്കും, ഇവർ പറയുന്നതൊക്കെ വിശ്വസിക്കും, അവൾ പഠിച്ചിട്ടില്ലല്ലോ അപ്പം ഞാനും പഠിക്കുന്നില്ല. പിന്നെ എക്സാം കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോഴാണ് മനസ്സിലാവുക എന്താണ്, അവൾക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും, നമുക്ക് വട്ടപൂജ്യമായിരിക്കും. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ സ്കൂളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇവിടെയും ഉണ്ട്. അവൻ എന്താ പറയുന്നത്, റൈവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ, വേദന കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോമ്പറ്റീഷൻസിന് കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഹേറ്റ്രഡ്, വെറുപ്പ് കൊണ്ടുവരാനും, ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്, വഴക്കുണ്ടാവാൻ വേണ്ടിയിട്ട് അതിനും കാരണം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ എന്താണ് ഈ കോമ്പറ്റീഷൻസ് കൂടി അവസാനം എന്താണ് വലിയൊരു വഴക്കായിട്ട് മാറും അല്ലേ. അങ്ങനെ വഴക്കായിട്ട് മാറാറുണ്ട്. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ ഷീ വുഡ് ഓഫൻ സ്കൗൾ ആൻഡ് സ്കോൾഡ്. അപ്പോൾ അങ്ങനെ വഴക്കുണ്ടാവും, ഫൈറ്റൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ്, ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ചിരിച്ചിട്ട് അടിച്ചോടാൻ വേണ്ടി നിൽക്കും ഇല്ല. അവരെന്തായിരിക്കും, അവർ ചില സമയത്ത് നല്ല മൂഡിലാണെങ്കിൽ അവർ നമ്മുടെ നന്നായിട്ട് ചിരിക്കും, നല്ല സ്നേഹത്തിൽ തന്നെ പെരുമാറില്ല. ടീച്ചേഴ്സ് ആകുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ പെരുമാറുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും അവരങ്ങനെ നിൽക്കില്ല. എങ്ങനെയായിരിക്കും, സ്കൗൾ എന്ന് വെച്ചാൽ എന്താണ്, കോപിച്ച് നടക്കുക, സ്കോൾഡ് വഴക്ക് പറയാം, ആംഗ്രി ആയിട്ടില്ലേ, ശരത്ത് ആംഗ്രി ആയിട്ട് ഇങ്ങനെ ചീത്തയൊക്കെ പറയും. യെസ്, അപ്പോൾ അങ്ങനെ ചീത്തയൊക്കെ പറയുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, സ്കൂളിൽ എന്താണ് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർ ചീത്ത പറയും. അതുപോലെ തന്നെ എന്താണ് ഈവൻ മോർ ഫ്രീക്വൻലി, അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അവരെന്ത് ചെയ്യും, ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. അവരെന്ത് ചെയ്യും, ഫിസിക്കൽ പണിഷ്മെൻറ്റിലേക്ക് അഭയം പ്രാപിക്കുന്നു. എന്താണ് പറഞ്ഞിട്ട് അനുസരിക്കാതെ പിള്ളേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രണ്ടെണ്ണം അങ്ങോട്ട് വെച്ച് കൊടുക്കും അല്ലേ. അപ്പം അങ്ങനെ യെസ്, റീനു ആദിത്യൻ
യെസ്, അങ്ങനെ എന്ത് ചെയ്യുന്നു? ടീച്ചേഴ്സിൻ്റെ കാര്യം അങ്ങനെയാണ്. അവർ ചില സമയത്ത് ചിരിക്കും, നല്ല മൂഡിലൊക്കെ ആയിരിക്കും, നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറും. ചില സമയത്ത് എന്താണ്, വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ചില സമയത്ത് ദേഷ്യപ്പെടും. അതുപോലെ തന്നെ ഫിസിക്കൽ പണിഷ്മെന്റിലേക്ക് അവർ വരും. ഓക്കെ, യെസ്. അപ്പോൾ ഫിസിക്കൽ പണിഷ്മെന്റും തരാറുണ്ട് എന്ന് പറയാണ് കേട്ടോ. യെസ്, ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. എന്താ പറയുന്നത്? ദ ബെൽ റാങ്, മണി അടിച്ചു, ബെല്ല് മുഴങ്ങി. എന്താണ് അനൗൺസ് ചെയ്യുന്നത്? അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ. അപ്പോൾ ദിവസം കടന്നുപോയി എന്നുള്ളൊരു കാര്യവും, അതുപോലെ തന്നെ ദ എൻഡ് ഓഫ് വർക്ക്, ജോലിയുടെ അവസാനമായി എന്ന് അറിയിച്ചുകൊണ്ട് സ്കൂൾ മണി മുഴങ്ങി. The throngs of children rush towards the gate. അപ്പോൾ ഗേറ്റിനടുത്തേക്ക് എന്താണ് ആ throngs of children എന്ന് വെച്ചാൽ എന്താണ്? കൂട്ടം, കുട്ടികളുടെ ആ ഒരു കൂട്ടം എന്ത് ചെയ്യുന്നു? ഓടി. എല്ലാവരും റഷ്, തിക്കി തിരക്കി അങ്ങോട്ട് ഓടുകയാണ്. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. അപ്പോൾ ആ ഗേറ്റ് ഇപ്പോൾ എന്താണ്? വീണ്ടും തുറന്നിട്ടുണ്ട്. അങ്ങോട്ടാണ് ഇവരൊക്കെ ഓടിപ്പോകുന്നത്. ഐ ബേഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ് ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. ഞാൻ എന്ത് ചെയ്തു? ഐ ബേഡ് ഫെയർവെൽ എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? യെസ്, ബേഡ് ഫെയർവെൽ എന്ന് വെച്ചാൽ യാത്ര പറഞ്ഞു. ആരോടൊക്കെയാണ്? ഫ്രണ്ട്സിനോടും സ്വീറ്റ് ഹാർട്ട്സ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഇഷ്ടം തോന്നിയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ സ്വീറ്റ് ഹാർട്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. ഗേറ്റിലൂടെ പാസ് ചെയ്തു പോയി. ഐ പിയേർഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രീസ് ഓഫ് മൈ ഫാദർ ഹു ഹാഡ് പ്രോമിസ്ഡ് ടു ബി ദർ. അപ്പോൾ കുട്ടി എന്താണ് ഇപ്പോൾ? ഐ പിയേർഡ് അറൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എല്ലായിടത്തും നന്നായിട്ട് നോക്കി. എന്തിനാണ്? ഫാദറിനെ നോക്കുന്നതായിരിക്കും അല്ലേ? അച്ഛൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അച്ഛൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അച്ഛൻ പറഞ്ഞു, നീ കഴിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. പക്ഷെ അച്ഛൻ്റെ ഒരു അടയാളവും കാണുന്നില്ല, അച്ഛൻ്റെ ഒരു സൂചനയും അവിടെ കാണുന്നില്ല. അപ്പം അച്ഛനെ കാണുന്നില്ല അവിടെ. ഹു ഹാഡ് പ്രോമിസ് ടു ബി ദർ. അച്ഛൻ അവിടെ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുള്ള അച്ഛനെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. യെസ്, ഐ സ്റ്റെപ്ഡ് aside to wait. അപ്പം ഞാൻ എന്ത് ചെയ്തു? സ്കൂളിൽ നിന്ന് ആ നറേറ്റർ, നമ്മൾ ഐ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ കുട്ടിയാണ് അല്ലേ? അവൻ എന്ത് ചെയ്തു? ഗേറ്റിൻ്റെ പുറത്തേക്ക് കടന്നു. എന്നിട്ട് ഐ സ്റ്റെപ്ഡ് aside to wait. ഒരു സൈഡിലേക്ക് അവൻ മാറി നിന്നു വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. when I had waited for a long time without avail, I decided to return home on my own. അപ്പോൾ അവസാനം എന്താണ് പറയുന്നത്? when I had waited for a long time without avail. ഒരു ഗുണവും ഇല്ലാണ്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം ഇപ്പം എന്താ? I decided to return home on my own. ഞാൻ സ്വയം തനിയെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. After I had taken a few steps, a middle-aged man passed by and I realized at once that I knew him. അപ്പോൾ എന്താ പറയുന്നത്? After I had taken a few steps, കുറച്ച് സ്റ്റെപ്സ് എടുത്ത് ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ a middle-aged man passed by. ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാൾ അവനെ പാസ് ചെയ്ത് പോവുകയാണ്. And I realized at once that I knew him. എന്താണ് I realized at once എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റയടിക്ക് തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തു. എന്താണ്? ഈ മനുഷ്യനെ എനിക്ക് അറിയാം. ഐ ന്യൂ ഹിം. എനിക്ക് അദ്ദേഹത്തിന് അറിയാമെന്നുള്ളൊരു കാര്യം മനസ്സിലായി. ഹി കെയിം ടുവേർഡ് മീ. എൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്നു. എന്നിട്ട് എന്താണ്? യെസ്, എന്താണ്? എനിക്ക് ഭയങ്കരമായിട്ട് പേടി വരുക, അതും ഇംഗ്ലീഷ് ഫസ്റ്റ് വരുന്നത്. എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും, പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുത്ത് എഴുതാൻ പറ്റുന്ന എക്സാം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഇങ്ങനെ കാണാപാടൊന്നും പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? ഓരോ ക്യാരക്ടർ സ്കെച്ച്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതെങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ മിസ് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. ആ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട കേട്ടോ. യെസ്, അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ? ഇദ്ദേഹത്തിന് ഈ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളെ അറിയായിരുന്നു അല്ലേ? എങ്ങനെയാണ് അറിയുക മക്കളെ? എങ്ങനെയായിരിക്കും അറിയുന്നുണ്ടാവുക? ഇവനൊരു കുട്ടിയല്ലേ? അപ്പോൾ ഇവനെ വന്നിട്ട് ഈ മിഡിൽ ഏജ്ഡ് മാനെ അറിയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്താണ്? അദ്ദേഹം ഈ കുട്ടീൻ്റെ അടുത്ത്, ഇവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട് അല്ലേ? ഹി കെയിം ടുവേർഡ് മീ. എൻ്റെ നേരെ വന്നു, സ്മൈലിങ്, ചിരിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ് സെയിങ്. എൻ്റെ കൈ പിടിച്ചൊന്ന് കുലുക്കി ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് പറയാണ്, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. ഹൗ ആർ യു? എന്താ പറഞ്ഞത്? ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. നമ്മൾ അവസാനം കണ്ടിട്ട് ഇപ്പോൾ ഒത്തിരി നാളായില്ലേ? അവസാനം കണ്ടത് എന്താണ്? ഒത്തിരി നാൾക്ക് മുന്നാണ്. ഹൗ ആർ യു? നിനക്ക് എങ്ങനെയാണ്? സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. യെസ്, സുഖാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താണ്? മിഡിൽ ഏജ്ഡ് കാര്യം ഒരു കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കില്ല. നമ്മൾ അവസാനം കണ്ടത് എന്നാണ്? കുറേ നാൾ മുന്നല്ലേ കണ്ടത്. എങ്ങനെയാണ്? സുഖാണോ എന്ന് ചോദിക്കില്ല അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ട് കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി എന്താണ്? വിത്ത് നോഡ് ഓഫ് മൈ ഹെഡ് ഐ എഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ്. അപ്പോൾ വിത്ത് നോഡ് ഓഫ് മൈ ഹെഡ് എന്ന് വെച്ചാൽ എന്താ? തലയൊന്ന് കുലുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഐ എഗ്രീഡ് വിത്ത് ഹിം.
അവൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചു, സുഖാണോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ സമ്മതിച്ചിട്ട് പറഞ്ഞു. അതുപോലെ കുറേ നാളായില്ലേ കണ്ടിട്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ സമ്മതിച്ചിട്ട് പറഞ്ഞു. ഇന്റേൺ ആസ്ക്ഡ്, അപ്പോൾ അങ്ങോട്ട് ചോദിച്ചു ആൻഡ് യു ഹൗ ആർ യു, നിനക്ക് സുഖാണോ എന്ന് ചോദിച്ചു. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, the almighty be praised. എന്താ പറഞ്ഞത്? as you can see, നിനക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ not all that good, അത്ര നല്ലതൊന്നുമല്ല, അത്ര സുഖമായിട്ടൊന്നും ഇരിക്കല്ല. the almighty be praised, ദൈവത്തിന് സ്തുതി എന്ന് പറയാണ്. അപ്പൊ അത്ര നല്ല സുഖമൊന്നല്ല എന്ന് പറയാണ്. യെസ്, സുഖം നിനക്കോ അല്ലെ ചോദിച്ചു. അപ്പൊ ബോയ് എന്താണ്, ബോയ് ഇപ്പൊ ആകെ മാറിയിട്ടുണ്ടല്ലേ. അങ്ങനെ മിഡിൽ ഏജ്ഡ് മാനൊക്കെ ചോദിക്കണമെങ്കിൽ എന്താണ്, ആള് കുറച്ച് മാറിയിട്ടുണ്ട്, ബോയ് കുറച്ച് മാറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അഗെയിൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെന്റ് ഓഫ്. വീണ്ടും അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് കുലുക്കി, എന്നിട്ട് എന്താണ്, വെന്റ് ഓഫ്, പോയി, അവിടെ നിന്നും പോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്. എന്താ പറയുന്നത്? ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്, ഞാൻ കുറച്ച് മുന്നോട്ട് വീണ്ടും നടന്നു, എന്നിട്ട് ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്, പെട്ടെന്ന് ഞെട്ടിധരിച്ച് ഞാൻ നിന്നുപോയി. ഹാൾട്ട് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റോപ്പ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അവിടെ നിന്നുപോയി, പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്നുപോയി, ഒരു ഞെട്ടിധരിച്ചുകൊണ്ട് ഞാൻ നിന്നു. ഗുഡ് ലോർഡ്, ദൈവമേ, എന്താണ്, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്, എവിടെയാണ് ആ ഗാർഡൻസ് ഒക്കെ ഉണ്ടായിരുന്നത്, നിരനിരയായിട്ട് ഗാർഡൻസ് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്ന, ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ സ്ട്രീറ്റ് എവിടെ പോയി? വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർ ടു, എന്താ പറയുന്നത്, എവിടേക്കാണ് ഡിസപ്പിയർ ആയി പോയത്, എവിടേക്കാണ് അത് അപ്രത്യക്ഷമായി പോയത്? ആ സ്ട്രീറ്റ് കാണുന്നില്ല. ആ ഗാർഡൻസ് ഒക്കെ ഉണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഗാർഡൻ അല്ലേ, ആ ഒരു സ്ട്രീറ്റ് അവർ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സീൻ, വരുന്ന ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സൈറ്റ്, അതിപ്പോൾ കാണാനില്ല. എവിടേക്കാണ് ആ ഗാർഡൻ പോയിട്ടുള്ളത്? ആ ഒരു സ്ട്രീറ്റ് ഡിസപ്പിയർ ആയി പോയത്. വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്, എപ്പോഴാണ് ഈ കാണുന്ന വെഹിക്കിൾസ് ഒക്കെ, ഈ വാഹനങ്ങളൊക്കെ ഇതിനെ ഇൻവേഡ് ചെയ്തത്, കടന്നു കയറ്റം അല്ലെ, അതിനെ എങ്ങനെയാണ് കീഴടക്കിയിട്ടുള്ളത്, കയ്യേറ്റം ചെയ്തത് എന്നാണ്, എങ്ങനെയാണ് ഇത്രമാത്രം വെഹിക്കിൾസ്, ഇത്രമാത്രം വാഹനങ്ങൾ അവിടെ വന്നത്? And when did all these hordes of humanity come to live upon its സർഫേസ്? എന്നാണ് ഈ ഹോട്ട്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ നമ്മളെ ജനക്കൂട്ടം അല്ലെ, ജനസാന്ദ്രത, ഇത്രത്തോളം മനുഷ്യന്മാർ എന്നാണ് കം ടു ലിവ് അപ്പോൺ ഇറ്റ്സ് സർഫേസ്, ഈ ഒരു സർഫേസിൽ, ഈ ഒരു ഭൂമിയിൽ, ഈ ഒരു സ്ഥലത്ത് എന്നാണ് ഈ മനുഷ്യന്മാർ, ഇത്രത്തോളം മനുഷ്യന്മാർ എന്നാണ് ജീവിക്കാനായിട്ട് വന്നത്? ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റിഫ്യൂസ് കം ടു കവർ ഇറ്റ്സ് സൈഡ്സ്, രണ്ട് സൈഡിൽ എന്തുണ്ട് എന്നാണ്, ഹൗ ഡിഡ് ദീസ്, എങ്ങനെയാണ് ഈ ഹിൽസ് ഓഫ് റിഫ്യൂസ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ, വേഗം പറഞ്ഞാൽ യെസ്, മനുഷ്യത്വം എന്നാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ അല്ലെ. ഇവിടെ ഹോട്ട്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യന്മാര്, കുറേ മനുഷ്യന്മാർ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. യെസ്, എന്താണ് പറഞ്ഞ് വേഗം പറഞ്ഞത്, എന്താണ് ഈ റിഫ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ വന്നിട്ടുള്ള മാറ്റം എന്താണ്, ഹിൽസ് ഓഫ് റിഫ്യൂസ് അല്ലെ. രണ്ട് സമയത്തും എന്താണ്, രണ്ട് സ്ഥലത്തും എന്താണുള്ളത്, ഹിൽസ് ഓഫ് റിഫ്യൂസ് ആണ് കാണാൻ പറ്റുന്നത്. മാലിന്യത്തിന്റെ ഒരു കൂമ്പാരല്ലേ, രണ്ട് സ്ഥലത്ത് എന്താണ്, ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ റിഫ്യൂസ് കൊണ്ട് നിറഞ്ഞേക്കാണ്, ഒരു മലകൾ കുന്നുപോലെ നിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയാണ്. And where were the fields that bordered it? ആ രണ്ട് വഴികളും ബോർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സ്ട്രീറ്റിന്റെ രണ്ട് സൈഡ്സും ബോർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന എന്ത്, ആ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുണ്ടായിരുന്ന ഫീൽഡ് ഉണ്ടായിരുന്നു അല്ലെ, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്ന പാടങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ നിറയെ ക്രോപ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം എന്താണ്, ഇവിടെ പോയേക്കാണ്. And where were the fields that bordered it? അതിനെ ബോർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഫീൽഡ്സ് ഒക്കെ അത് എവിടെ പോയി, ആ പാടങ്ങളൊക്കെ എവിടെ പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായി, ഇത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ആ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത്. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൻ ഓവർ, ആ ഒരു വഴികളൊക്കെ എന്താണ്, സ്ട്രീറ്റ് ആയിരുന്നു മുന്നേ, ഇപ്പം എന്താണ്, ഒരു ഹൈ ബിൽഡിങ്സ്, വലിയ വലിയ കെട്ടിടങ്ങൾ ആ ഒരു വഴീനെ മൊത്തം എന്നാൽ ടേക്കൻ ഓവർ, ആ സ്ഥലം പിടിച്ചടക്കിയേക്കാണ്. ദ സ്ട്രീറ്റ് സർജ് വിത്ത് ചിൽഡ്രൻ, ആ ഒരു സ്ട്രീറ്റിൽ നിറയെ കുട്ടികൾ കൊണ്ട്, അവരുടെ ഒരു കൂട്ടം തന്നെ, ആ ഒരു അലയടിക്കുന്ന പോലെ കുട്ടികളുടെ കൂട്ടം കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷുക്ക് ദ എയർ, ഡിസ്റ്റർബിങ് ആയിട്ടുള്ള നോയ്സ്, ഒച്ചപ്പാട്, ബഹളങ്ങളൊക്കെ എന്താണ്, ഡിസ്റ്റർബിങ് നോയ്സസ് ഷുക്ക് ദ എയർ, അവിടെയുള്ള അന്തരീക്ഷത്തിന് പിടിച്ച്, വായുവിനെ പിടിച്ച് കുലുക്കുന്ന പോലെ തോന്നി. അത്രത്തോളം എന്താണ് നോയ്സ് ആണ് അവിടെ ഉള്ളത്. Then there was a band announcing the opening of a circus with clowns and weightlifters walking in front. അപ്പോൾ അവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ, ഒരു ബാൻഡ് പോകുന്നുണ്ട് അല്ലേ, ഒരു ബാൻഡ്. അത് എന്താണ് അനൗൺസ് ചെയ്യുന്നത്, ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്, ഒരു സർക്കസ് അവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. വിത്ത് ക്ലൗൺസ് ആരാണ്, കോമാളികൾ, കുറേ കോമാളികളും അതുപോലെ തന്നെ എന്താണ്, വെയിറ്റ് ലിഫ്റ്റേഴ്സ് ഒക്കെ വാക്കിംഗ് ഇൻ ഫ്രണ്ടിലായിട്ട് നടന്നു പോകുന്നുണ്ട്. എ ലൈൻ ഓഫ് ട്രക്സ് carrying central security troops crawled majestically by. എന്താ പറയുന്നത്, എ ലൈൻ ഓഫ് ട്രക്സ്, ഒരു ട്രക്കിൻ്റെ ഒരു ലൈൻ തന്നെ പോകുന്നുണ്ട്. അതെങ്ങനെയാണ്, ക്യാരിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ്, ഒക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പോലീസും കാര്യങ്ങളൊക്കെ അതിൽ പോകുന്നുണ്ട്. ക്രോൾഡ് മെജസ്റ്റിക്കലി ബൈ, ഗാംഭീര്യത്തോടെ, പ്രൗഢ ഗാംഭീര്യമായിട്ട് ആ ഒരു ട്രക്കിൻ്റെ ആ ഒരു
ട്രക്കിൻ്റെ ആ ഒരു ലൈൻ ഫുൾ ട്രക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വഴി നിറയെ എന്താണുള്ളത്, ഒരു സർക്കസിൻ്റെ ഓപ്പണിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാൻഡ് ഉണ്ട്, കുറേ കുട്ടികളുണ്ട്, ചിൽഡ്രൻ ഉണ്ട്, ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള നോയ്സ് ഉണ്ട്. അതുപോലെ ട്രക്കിൻ്റെ ഒരു നിര തന്നെ പോകുന്നുണ്ട്. ആ ട്രക്കിലൊക്കെ എന്താണ് ഉള്ളത്, ട്രക്കിൽ ആ ഒരു സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ആണ് ഉള്ളത്. അപ്പോൾ വലിയൊരു പരിപാടി നടക്കുകയാണ്, അതിനെ കൺട്രോൾ ചെയ്യണം അല്ലേ. യെസ്, ഗാംഭീര്യത്തോടെ ഇങ്ങനെ നടന്നു നീങ്ങാണ് കേട്ടോ. ക്രോൾഡ് എന്ന് വെച്ചാൽ ഇഴഞ്ഞു നീങ്ങാണ്. അപ്പോൾ പതുക്കെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. The siren of a fire engine shrieked. ആ സമയത്ത് എന്താണ്, ഒരു ഫയർ എഞ്ചിൻ്റെ സൈറൻ ഷ്രീക്ക് ചെയ്യാന്ന് വെച്ചാൽ നിലവിളി ശബ്ദം ഉണ്ടാക്കുക. ആ ഒരു സൈറൻ്റെ സൗണ്ട് നമുക്കറിയാലോ. അപ്പം അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോവാണ്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. അപ്പോൾ അത്രത്തോളം നല്ല തിരക്കുള്ള ഒരു വഴി കൂടെയാണ് ഈ ഒരു ഫയർ എഞ്ചിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് എന്തായിരുന്നു, ഇറ്റ് വാസ് നോട്ട് ക്ലിയർ. അത് എനിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. എന്ത് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്, ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു reach the blazing fire. ആ ബ്ലേസിംഗ് ഫയർ, എവിടെയോ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു തീ. അപ്പോൾ എവിടെയെങ്കിലും കത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെ എവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടെങ്കിലാണ് ഫയർ എഞ്ചിൻ പോകുക, അത് കെടുത്താൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഫയർ എഞ്ചിന് ഈ ഒരു ബ്ലേസിംഗ് ഫയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വഴി ക്ലീവ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ വകഞ്ഞ് എങ്ങനെയാണ് ഈ വഴിയിലൂടെ ഈ ഒരു ഫയർ എഞ്ചിൻ പോകുക എന്നുള്ളൊരു കാര്യം എനിക്ക് ക്ലിയർ ആയിരുന്നില്ല. ഞാൻ വിചാരിച്ച എന്താണ്, ഇത്രയും തിരക്കാണല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് ഈ ഫയർ എഞ്ചിന് പോകാനുള്ള വഴി ഉണ്ടാക്കിയെടുക്കുക എന്ന് എനിക്ക് confusion ആയി. Battle raged between a taxi driver and his passenger while the passenger's wife called out for help and no one answered. എന്താ പറയുന്നത്, ഗുഡ് ഗോഡ്, എന്താ പറയുന്നത്, എ ബാറ്റിൽ റേജ്ഡ് ബിറ്റ്വീൻ, എന്താണ്, ഒരു യുദ്ധം വരികയാണ് അല്ലേ. ആരുടെ ഇടയിലായിട്ടാണ് ഒരു യുദ്ധം വന്നിട്ടുള്ളത്, യുദ്ധം എന്ന് പറഞ്ഞ ഒരു വഴക്ക്, അവിടെ ഒരു വഴക്ക് കാണുകയാണ്. ആരൊക്കെ തമ്മിലാണ്, ടാക്സി ഡ്രൈവറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാസഞ്ചറും, ആ യാത്രക്കാരനും, ആ വണ്ടിയിൽ പോകുന്ന യാത്രക്കാരനും. while the passenger's wife called out for help. എന്താ പറയുന്നത്, നമ്മുടെ പാസഞ്ചറിൻ്റെ വൈഫ് ഇങ്ങനെ കരയുന്നുണ്ട്. എന്താ പറയുന്നത്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, നോ വൺ ആൻസേർഡ്, ആരും തന്നെ ഇങ്ങനെ മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് മനുഷ്യന്മാരെ, നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ നടന്ന് നമ്മൾ വിചാരിക്കും അത്ര വലിയ ആക്സിഡൻ്റ് അല്ല, ആരെങ്കിലുമൊക്കെ നിർത്തിയിട്ട് ഇവരെ കൊണ്ടുപോകുമെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്, ഒരാളും തിരിഞ്ഞു നോക്കാണ്ട്. ചിലരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും, ഫോട്ടോ എടുക്കുന്നുണ്ടാവും, വീഡിയോ എടുക്കുന്നുണ്ടാവും, പക്ഷെ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. എന്താണ്, നമുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി ആരെങ്കിലുമൊക്കെ വിളിച്ചാലും കൂട്ടമുണ്ടെങ്കിൽ, ആൾക്കൂട്ടം ഉണ്ടെങ്കിലും എന്താണ്, ആരും വരില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പാസഞ്ചറിൻ്റെ വൈഫ് ഇങ്ങനെ കരയുന്നുണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട്, പക്ഷെ ഒരു മനുഷ്യൻ ആൻസർ ചെയ്യുന്നില്ല. ഗുഡ് ഗോഡ്, ദൈവമേ, ഐ വാസ് ഇൻ എ ഡേയ്സ്, ഞാൻ ഞെട്ടി ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. മൈ ഹെഡ് സ്പൺ, എൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നി, എനിക്ക് തല കറങ്ങി. യെസ്, I almost went crazy. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. I almost went crazy. How could all this have happened in a half a day between early morning and sunset? എങ്ങനെയാണ് ഇതൊക്കെ? How could all this have happened? ഇതൊക്കെ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? ഇൻ ഹാഫ് എ ഡേ, എങ്ങനെയാണ് ഒരു ദിവസത്തിൻ്റെ പകുതി ദിവസം കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക? ഇങ്ങനെ നടക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്, ഏർലി മോർണിംഗിനും സൺസെറ്റിൻ്റെ ഇടയിലായിട്ട് ഒരു പകുതി ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. എനിക്ക് എൻ്റെ വീട്ടിൽ അച്ഛനോട് ചോദിച്ചിട്ട് എന്താണ്, ഇതിനുള്ള ആൻസർ കിട്ടണം. ഐ വുഡ് ഫൈൻഡ്, ഞാൻ കണ്ടെത്തും, ഇതിനുള്ള മറുപടി ഞാൻ കണ്ടെത്തും, ഉത്തരം ഞാൻ കണ്ടെത്തും. ബട്ട് വേർ വാസ് മൈ ഹോം? പക്ഷെ കുട്ടി എന്താ പറയുന്നത്, ആ ഒരു വലിയ സ്ഥലത്ത് വന്ന് പെട്ടേക്കാണ്. അവൻ പറയാണ്, വേർ വാസ് മൈ ഹോം? എൻ്റെ വീട് എവിടെയാണ്? അതിന് അച്ഛനോട് പോയിട്ട് എനിക്ക് ചോദിക്കാം, വീട്ടിൽ പോയിട്ട് ചോദിക്കാം, അച്ഛൻ ഇതെന്താ സംഭവം എന്ന് എനിക്ക് ചോദിക്കാം, എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആൻസർ കിട്ടും. പക്ഷെ എന്താണ്, എവിടെയാണ് എൻ്റെ വീട്? I could see only tall buildings and hordes of people. എനിക്ക് ആകെ കാണാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, I could see only tall buildings, വലിയ കെട്ടിടങ്ങളാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് hordes of people, നിറയെ ആളുകൾ. അപ്പം നിറയെ ഒരു ജനസാഗരവും പിന്നെ എന്താണ്, വലിയ കെട്ടിടങ്ങൾ മാത്രമാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുക എന്നാണ് നമ്മുടെ നരേറ്റർ ചിന്തിക്കുന്നത്. യെസ്, I hastened on to the crossroads between the gardens and Abu Ghoda. അപ്പോൾ അബു ഘോഡ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രീറ്റാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിനെയും അബു ഘോഡ എന്ന് പറഞ്ഞ സ്ട്രീറ്റിനെയും അതുപോലെ തന്നെ ഗാർഡൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു ക്രോസ് റോഡിലൂടെ ഞാൻ എന്താണ്, ഹേസൻഡ് ഓൺ ടു ദ ക്രോസ് റോഡ്. ആ ഒരു ക്രോസ് റോഡിലേക്ക് ഞാൻ ഹേസൻഡ് എന്ന് വെച്ചാൽ ധൃതിയിൽ നടന്നു. I had to cross Abu Ghoda to reach my house, but the stream of cars would not let up. എന്താ പറയുന്നത്, എനിക്ക് അബു ഘോഡ ക്രോസ് ചെയ്താൽ മാത്രമാണ് എൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. ടു റീച്ച് മൈ ഹൗസ്, എൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ്
വുഡ് നോട്ട് ലെറ്റ് മീ അപ്പ് അല്ല എന്താണ് പറയുന്നത്. പക്ഷേ ആ ഒരു സ്ട്രീം ഓഫ് കാഴ്സ് എന്നെ അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല, അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല, എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്ട്രീം ഓഫ് കാഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കാറിൻ്റെ ഇങ്ങനെ നിരനിരയായിട്ട് എന്താ ഒരു അരുവി പോലെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അത്രത്തോളം തിരക്കാണ്. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ആ വണ്ടികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ചിലർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ചിലർക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ്, മിസ്സിന് അങ്ങനെയാണ്. മിസ്സിന് റോഡ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. എത്ര ചെക്ക് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെക്ക് ചെയ്താലും എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിരക്കുള്ള സമയത്ത് എങ്ങനെയായിരിക്കും, നമ്മൾ ഫുള്ള് പാനിക്കായി പോകും അല്ലേ. അങ്ങനെ ഇദ്ദേഹത്തിന് എന്താണ് ആ വണ്ടികളുടെ ആ ഒരു തിരക്ക് കാരണം കൊണ്ട് അങ്ങോട്ട് കടക്കാനും പറ്റുന്നില്ല. ആ ഒരു അബൂഗോഡ എന്ന് പറയുന്ന സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തും, പക്ഷേ അത് കടക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. The fire engine siren was streaking at full pitch as it moved at a snail's pace, and I said to myself, let the fire take its pleasure in what it consumes. അപ്പോൾ എന്താ പറയുന്നത്, നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്നു അല്ലേ. ആ ഒരു ഫയർ എഞ്ചിൻ്റെ അവസ്ഥ എന്താണ്, the fire engine siren was streaking at full pitch. ഫുൾ പിച്ചിലാണ് ആ ഒരു ഫയർ എഞ്ചിൻ്റെ സൈറൻ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഷ്രീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് സ്നെയിൽ സ്പീഡ്. പക്ഷേ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ആ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, സ്നെയിലിൻ്റെ സ്പീഡാണ്. സ്നെയിൽ എന്ന് വെച്ചാൽ എന്താ മക്കളെ, വേഗം ഒന്ന് പറഞ്ഞേ എന്താണ് സ്നെയിൽ. അപ്പോൾ നല്ല സ്പീഡ്, നല്ല ഹൈ പിച്ചിൽ, ഫുൾ പിച്ചിലാണ് ആ ഒരു സൗണ്ട് ഉണ്ടാകുന്നത്, ഷ്രീക്ക് ചെയ്യുന്നത്, അതിൻ്റെ സൈറൻ വരുന്നത്. പക്ഷേ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താ, ആ യെസ് റീനോ, യെസ് വെരി ഗുഡ്, ഒച്ച അല്ലേ. സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ച, നല്ല സ്പീഡിൽ പോകുന്ന ആളാണോ ഒച്ച ആണോ. നമ്മൾ സ്നെയിൽ എന്ന് പറയുന്നത് എപ്പോഴാണ്, ഭയങ്കര സ്പീഡ് കുറഞ്ഞ് പതുക്കെ ഇങ്ങനെ ഇഴഞ്ഞ് പോണേനാണ് നമ്മൾ സ്നെയിൽ എന്ന് പറയുന്നത് അല്ലേ. ആ ഒച്ചിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അല്ലേ ശരത്ത്, യെസ് വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ പതുക്കെ പോകുന്ന ആളാണ്. അപ്പോൾ ഇതുപോലെ ഫയർ എഞ്ചിനൊക്കെ അത്രത്തോളം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. നമ്മൾ ആംബുലൻസ് ഒക്കെ കാണുമ്പോൾ വേഗം വണ്ടി ഒതുക്കി കൊടുക്കും അല്ലേ, അവർ പൊക്കോട്ടെ എന്ന് വിചാരിക്കും, കാരണം അത്രത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്, അവർക്ക് വേഗം എത്തണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫയർ എഞ്ചിനും എന്താണ് വേഗം തന്നെ എന്താണ് ആ തീ പിടിച്ചിട്ടുള്ള സ്ഥലത്ത് വേഗം എത്തേണ്ടതാണ്. കുറേ മനുഷ്യന്മാർ ചിലപ്പം മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് ഫയർ എഞ്ചിൻ്റെ ആ ഒരു സൈറൻ എന്ന് പറയുന്നത് ഫുൾ പിച്ചിൽ കേൾക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്നെയിലിൻ്റെ സ്പീഡാണ്. യെസ്, സ്ലോലി ലൈക്ക് എ സ്നെയിൽ. വെരി ഗുഡ് സീൻ മോംസ്, യെസ് വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. ആൻഡ് ഐ സെഡ് ടു മൈസെൽഫ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നെറേറ്റർ അദ്ദേഹത്തിനോട് തന്നെ പറയാണ് എന്താണ്, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലെഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. എന്താണ് ആ ഫയർ അതിൻ്റെ പ്ലെഷർ എടുക്കട്ടെ, അതിൻ്റെ ആനന്ദം അതെടുക്കട്ടെ. എന്തിലാണ്, ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. അത് വിഴുങ്ങുന്ന ആ സാധനത്തിന്, തീ വിഴുങ്ങുക എന്ന് പറയും അല്ലേ, തീ കത്തുക. അപ്പോൾ ആ തീ കത്ത് പിടിക്കുന്ന ആ ഒരു തീ വിഴുങ്ങുന്ന ആ സാധനം, അതെന്താണോ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആ ഒരു തീ ആനന്ദം കണ്ടെത്തട്ടെ. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ആയിട്ട്, വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് അവൻ ഫീൽ ചെയ്യുകയാണ്. കാരണം എന്താണ്, കടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കറിയാൻ പറ്റും, ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും, ഭയങ്കര ഇറിറ്റേഷനാണ് അല്ലേ, ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് കുറേ പിന്നെ ഒച്ചപ്പാട്, ബഹളം, ഈ ഹോണിൻ്റെ സൗണ്ട്, ഇതൊക്കെ ആകുമ്പോൾ എന്താണ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇവൻ എന്താണ് ആദ്യമൊക്കെ കണ്ടിട്ടുള്ള ആ സ്ട്രീറ്റ് അല്ല, ഇപ്പോൾ ഫുള്ള് മാറിയേക്കാണ്. അവന് പരിചിതമായിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല, ഒക്കെ മാറിയേക്കാണ്. അപ്പോൾ ഫുൾ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അതിലൂടെ ഈ ഒച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഫുൾ ഇറിറ്റേറ്റഡ് ആയിട്ട്, എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. ഞാൻ എപ്പോഴാണ് എനിക്കൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുക, ഈ ഒരു വഴി ക്രോസ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട്, വണ്ടേർഡ്, ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഐ സ്റ്റുഡ് ദർ ഫോർ എ ലോങ് ടൈം. അപ്പോൾ കുറേ നേരത്തേക്ക് ഞാൻ അവിടെ തന്നെ നിന്നു. യെസ്, അപ്പം ഞാൻ അവിടെ തന്നെ നിന്നു. until the young lad employed at the ironing shop on the corner came up to me. എന്താ പറയുന്ന, until ഏതുവരെ നിന്നു, until the young lad, ഒരു ചെറിയ പയ്യൻ. ലാഡ് എന്ന് വെച്ചാൽ എന്താണ്, ചെറിയൊരു പയ്യൻ അല്ലെ, ചെറിയൊരു ബാലൻ, നമ്മൾ പറയും ചെറിയ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി. അവൻ വന്നു. എംപ്ലോയിഡ് അറ്റ് ദ അയേണിംഗ് ഷോപ്പ് ഓൺ ദ കോർണർ. ആ ഒരു മൂലയ്ക്ക് ഒരു അയേണിംഗ് ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ചെക്കൻ. യെസ്, സ്മോൾ ബോയ്, ഒരു ബാലൻ, യെസ്, ഒരു ചെറിയ ചെക്കൻ. അവൻ വരുന്നത് വരെ ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം and said gallantly. അപ്പോൾ അവൻ്റെ കൈ എന്താണ് സ്ട്രെച്ച്ഡ് ഔട്ട് എന്ന് വെച്ചാൽ കൈയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ട്, അച്ഛൻ ഈ ഒരു നരേറ്ററിൻ്റെ മുന്നിലേക്ക് നീട്ടിയിട്ട് പറയാണ്. and said gallantly, വളരെ ധീരതയോടുകൂടി പറയാണ്, ഗ്രാൻഡ്പാ let me take you across. ഗ്രാൻഡ്പാ, മുത്തശ്ശാ, ഞാൻ നിങ്ങളെ അപ്പുറത്തേക്ക് ആക്കി തരാം, ഞാൻ നിങ്ങളെ ഈ ഒരു സ്ട്രീറ്റ് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം, ഞാൻ നിങ്ങളെ അപ്പുറത്തേക്ക് ആക്കാം എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ സ്ട്രെച്ച് ഔട്ട് ചെയ്യാണ്, നീട്ടുകയാണ്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്,
നരേറ്റർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ള ഒരു ബോയ് ഇപ്പം ബോയ് അല്ല, ഇവൻ ആരായി മാറി? ഇപ്പം വയസ്സായി അല്ലേ, വയസ്സായി ഒരു അച്ഛനായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ യെസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അബുഗോഡ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ സ്ട്രീറ്റ് ആയിരുന്നു, കെയറോയിൽ ഈജിപ്തിലുള്ള ഒരു സ്ട്രീറ്റ് ആണ്. ഓക്കെ യെസ്. ബോയ് എന്തായി? ഇപ്പോൾ ബോയുടെ ഒരു യാത്രയാണ് കണ്ടത് അല്ലേ, നമ്മളൊരു ജേണിയാണ് ഇപ്പോൾ കണ്ടത്. ജേണി എന്ന് വെച്ചാൽ എന്താ? യാത്ര. ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടേക്കുള്ള ഒരു ജേണിയാണ്? ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മുടെ ഓൾഡ് ഏജിലേക്കുള്ള ഒരു ജേണിയാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നോക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഓണം എക്സാമിന് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നോക്കണം അല്ലേ. അപ്പോൾ എല്ലാവരും അത് നോക്കാൻ വേണ്ടി റെഡി ആണോ? അതിന് മുമ്പ് മിസ്സിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടോ, സ്റ്റോറി നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നുള്ളൊരു കാര്യം വേഗം ഒന്ന് പറഞ്ഞ്. യെസ്, ബോയ് ഈസ് എ ഗ്രാൻഡ് ഫാദർ അല്ലേ. ബോയ് ഇപ്പോൾ ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ടുണ്ട് അല്ലേ. ബോയ് ഇപ്പോൾ ബിക്കെയിം ഓൾഡ് അല്ലേ, ഓൾഡ് ആയി. യെസ്, ക്ലിയർ ആണോ മക്കളെ? എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഈ സ്റ്റോറി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവാം. ഓക്കെ യെസ്. ഓണം എക്സാമിന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടെ പറയാം. ഓക്കെ യെസ്. ക്ലിയർ ആണോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് പറഞ്ഞേ മിസ്സിനോട്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. യെസ്, കെസലിന് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഒന്ന് പറഞ്ഞേ. യെസ്, റീനുവിന് ക്ലിയർ ആയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഫോക്സി യെസ് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, വ്യക്തമായി, ക്ലിയർ ആയി. ഓക്കെ യെസ്. ക്ലാസ് എപ്പോൾ കഴിയും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസും കൂടെ ജസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറയാനുള്ളത് ഓണം എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ യെസ്, ക്ലിയർ ആയി അല്ലേ. ക്ലിയർ ആയി, എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്. ഓക്കെ യെസ്. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ബാച്ചിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ? ബാച്ച് ഇതാ നമ്മുടെ ക്ലാസ് 9 ആൽഫ ബാച്ച്. നിങ്ങൾക്ക് ഫീച്ചേഴ്സ് പറയുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫുൾ സിലബസ് റെക്കോർഡ് ചെയ്തിട്ട് തരും നിങ്ങൾക്ക്. ഫുൾ സിലബസ്, ഫുൾ സബ്ജക്ട്സ് എന്താണ് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ മക്കളെ. ഇത് കുറേ പേര് ചോദിച്ച കാരണമാണ് മിസ് പറയുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് കിട്ടുന്നുണ്ടാവും. അതിനൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോർമലാണ്, ഡൗട്ട്സ് വരും. അപ്പം പിന്നെ നമ്മൾ 9ാം ക്ലാസ്സിലാണ്, നമുക്ക് ഡൗട്ട്സ് എന്തായാലും വരും. അപ്പോൾ എന്താണ് അതൊക്കെ തീർത്ത് തരണ്ടേ. അപ്പം നിങ്ങളുടെ മിസ്സുമാരൊക്കെ വന്നിട്ട് ലൈവ് ക്ലാസ്സിലൂടെ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആക്കി തരും. PDF നോട്ട്സ് ഉണ്ടാവും. അപ്പം നോട്ട്സ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള നോട്ട്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വർഷം എന്താണ് നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ആയ കാരണം കൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. പക്ഷേ അതിന് പകരമായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്. ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ചിലപ്പോൾ ലെറ്റസ് അസസ്, ലെറ്റ്സ് എഡിറ്റ്, ലെറ്റ്സ് സ്പീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റിലുള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, അതൊക്കെയും കവർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി 4999 ആണ് ഫീ വരുന്നത്. നിങ്ങൾ താഴെ നോക്കി 2999 നേരത്തെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതല്ല കേട്ടോ, 4999 ആയിരുന്നു. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ യെസ്, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പറ്റുന്നവരൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ യൂട്യൂബ് ലൈവ് എടുക്കുമ്പോൾ എന്താ പ്രശ്നം, കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും കവർ ചെയ്യാനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബാച്ചിലത്തെ സ്റ്റുഡൻസ് ഉണ്ടോ അവിടെ? അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ബാച്ചിലർ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനൊപ്പം തന്നെ ഓണം എക്സാമിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ മിസ്സിന് ഒന്ന് കുറച്ച് ഫയർ ഇമോജീസ് ഇട്ട് ഒന്ന് ഉഷാറാക്കി, നമ്മുടെ ചാറ്റ് ബോക്സ് ഒന്ന് ഉഷാറാക്കി എല്ലാവരും ഫയർ ഇമോജീസ് ഇട്ട് തന്നെ മിസ്സിന്. യെസ്, റെഡി ആണോ? എല്ലാവരും റെഡി ആണോ? നമ്മുടെ എക്സാംസിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നോക്കാൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടി റെഡി ആണോ? എല്ലാവരും റെഡി ആണെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞേ. യെസ്, റെഡി ആണോ? ഓക്കെ, റെഡി ആണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഫയർ ഇമോജീസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഈ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമ്മുടെ സ്റ്റോറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അവന് ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് was mixed അല്ലേ. അതെങ്ങനെയായാലും ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈ ഡസ് ദി ചൈൽഡ് ഹാവ് മിക്സ്ഡ് ഫീലിംഗ് അബൌട്ട് ഹിസ് ന്യൂ ക്ലോത്ത്സ്? എന്തുകൊണ്ടാണ് ആ ന്യൂ ക്ലോത്ത്സിനെ പറ്റി അവനൊരു മിക്സ്ഡ് ഫീലിംഗ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നമുക്കറിയുന്നതാണ്. എന്തുകൊണ്ടാണ് കാരണം? ഒന്ന് വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞു എന്ന്. എന്താണ് കാരണം? അവന് പുതിയ ക്ലോത്ത്സ് ആയ കാരണം കൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് എ ഫീസ്റ്റ് ഡേ അല്ലേ. യെസ്, ഫീസ്റ്റ് ഡേ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫീസ്റ്റ് ഡേ അല്ല, പക്ഷെ എന്താണ്, ടീച്ചറിന്റെ പേര് ചോദിക്കുന്നുണ്ട്. മിസ്സിന്റെ പേര് ഹരിജ എന്നാണ് കേട്ടോ. ഓക്കെ യെസ്, അപ്പോൾ ഫീസ്റ്റ് ഡേ അല്ല, പക്ഷെ എന്താണ്,
പുതിയതായിട്ട് ആദ്യമായിട്ട് അവൻ്റെ ഫസ്റ്റ് ഡേ ആണ് അല്ലേ, സ്കൂളിലേക്ക് പോകാനുള്ള ഫസ്റ്റത്തെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവന് എക്സൈറ്റഡ് ആണ്, പക്ഷേ മിക്സ്ഡ് ഫീലിംഗ് ആണ്, ആൻഷ്യസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കി വെക്കണം. പിന്നെ എന്താണുള്ളത്, എക്സ്പെക്ട് ചെയ്യുന്ന, അമ്മയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സൈഡ്സ് നിങ്ങൾ നോക്കി വെക്കണം. കാരണം നമ്മൾ വിചാരിക്കും ഇത് സ്റ്റോറി പഠിക്കുമ്പോൾ ഈസി ആയിട്ട് ഇതെന്താ സിമ്പിൾ അല്ലേ, അല്ലെങ്കിൽ ഇതെന്താ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റോറീനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റും, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റും. കാരണം ആ മുന്നേ കണ്ടിട്ടുള്ള സൈഡ്സും ഇപ്പോൾ കാണുന്ന ചേഞ്ചസും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയുക, ഹൗ ഡസ് ഓതർ ഡിസ്ക്രൈബ് ദ സൈഡ്സ് ഓൺ ദ വേ ടു സ്കൂൾ. സ്കൂളിലേക്കുള്ള സൈഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ സൈഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷേ എന്താണ് നമ്മൾ കാണുന്ന സൈഡ്സ് എന്തൊക്കെയാണെന്ന് പറയണം. ഓക്കെ, യെസ്. ഇപ്പം നിങ്ങളുടെ വഴി, നിങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരു വഴിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് ഓതർ പറയുന്നത്, ആ സ്ട്രീറ്റ് എങ്ങനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ യെസ്, സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് അല്ലേ, കുറേ ഗാർഡൻസ് ഒക്കെ ഉണ്ട്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫീൽഡ് ഉണ്ട്. എന്തൊക്കെ ക്രോപ്സ് ആണ് പറഞ്ഞത്, ഹെന്ന പ്ലാന്റ്സ് ഉണ്ട്, ഡേറ്റ് ഫാംസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിക്ലി പെയർസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മളിതിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. യെസ്. പിന്നെന്താണ്, സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല എന്ന് ഫാദർ പറയുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ അല്ലെ, കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന. യെസ്, വെരി ഗുഡ് റീനു. യെസ്, മൈലാഞ്ചി മരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്താ പറയുന്നത്, യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഓക്കെ, ബാക്കി 2 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് ഇറങ്ങിയോ, ഇത് ബാച്ചിലെ കുട്ടികളാണ് ചോദിക്കുന്നത് എങ്കിൽ ബാച്ചിൽ നമ്മൾ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 2 ചാപ്റ്ററിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കിക്കോളൂ, ബാച്ചിലുണ്ട്, അടുത്ത 2 ചാപ്റ്റേഴ്സിൻ്റെ ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ ഒന്ന് വേഗം പറഞ്ഞ്. നിങ്ങൾക്കാണ് എന്താണ് തോന്നുന്നത്, നിങ്ങളാണെങ്കിൽ ഇതിന് മറുപടി എന്ത് പറയും. സ്കൂൾ എന്ന് പറയുന്ന ഒരു പണിഷ്മെൻ്റ് അല്ല, പകരം എന്താണ്, ഒരു ഫാക്ടറിയാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഫാക്ടറിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് എഴുതണം, യെസ് ഓർ നോ. യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് ഐ എഗ്രി എന്ന് എഴുതാം, യോജിക്കുന്നില്ലെങ്കിൽ എന്താണ്, നോ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദിസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ എന്താ, യെസ് ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ചൈൽഡ് ഗെയിൻസ് നോളജ് അല്ലേ ഫ്രം സ്കൂളിൽ നിന്നാണ് ഒരു കുട്ടിക്ക് എന്ത് കിട്ടുന്നത്, നോളജ് കിട്ടുന്നത്, അറിവ് കിട്ടുന്നത്. ഹി ഓർ ഷീ ലേൺസ് ഫ്രം ബുക്സ് അല്ലെ, ബുക്സിൽ നിന്ന് പഠിക്കുന്നു, ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കുന്നു, ആൻഡ് ഈവൻ ഫ്രം ദ പിയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ ഒപ്പം തന്നെയുള്ള ആളുകളിൽ നിന്ന് പഠിക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ പഠിക്കുന്നു, നിങ്ങളുടെ എന്താണ് സെയിം ഏജിലുള്ള കുട്ടികളിൽ നിന്ന് പഠിക്കുന്നു അല്ലേ, നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. മിസ്സിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്, ഹരിജ എന്നാണ് കേട്ടോ മിസ്സിൻ്റെ പേര്. ഓക്കെ, നോ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. ആണോ, നിങ്ങളൊന്നും എഗ്രി ചെയ്യുന്നില്ല. അപ്പോൾ സ്കൂൾ എന്ന് പറയുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഫാക്ടറിയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ എഴുതണം കേട്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ എഗ്രി ചെയ്യാത്തത് എന്നുള്ളൊരു കാര്യം റീസൺ ആയിട്ട് എഴുതണം. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്, ദേ ലേൺ ഫ്രണ്ട്ഷിപ്പ് അല്ലെ, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് പഠിക്കുന്നത് എവിടെ നിന്നാണ്, സ്കൂളിൽ നിന്നല്ലേ. സ്കൂളിൽ പോകുമ്പോൾ അല്ലേ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അതെന്താണ്, സ്കൂളിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് സെയിം ഏജ് ആയിട്ടുള്ള കുറേ കുട്ടികൾ, പലതരത്തിലുള്ള കുട്ടികളൊക്കെ കാണാൻ പറ്റുന്നത്. അമല, യെസ്. ലവ് ആൻഡ് ലെസൺസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഫ്രം സ്കൂൾസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോഷ്യൽ ഇൻട്രാക്ഷൻസ് പഠിക്കുന്നത് എങ്ങനെയാണ്, ഒരു കുട്ടി വീട്ടിൽ തന്നെ ഇരുന്ന് വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും സോഷ്യലി അവന് എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്കൂളിൽ പോയാൽ എന്താണ്, പലതരത്തിലുള്ള കുട്ടികൾ വരുന്നു അല്ലേ, പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നു, പല റിലീജിയനിലുള്ള കുട്ടികൾ, പല ഏരിയാസിൽ നിന്നുള്ള കുട്ടികൾ. അപ്പോൾ എന്താണ്, സ്നേഹം പഠിക്കുന്നു, സാമൂഹിക ഇടപെടൽ അല്ലേ, യെസ്, സോഷ്യൽ ഇൻറ്ററാക്ഷൻ അവിടെ നിന്നാണ് പഠിച്ചെടുക്കുന്നത്. സ്കൂൾസ് മേക്ക് ദം അവെയർ ഓഫ് ദെയർ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ്. നിങ്ങളുടെ റൈറ്റ്സിനെ പറ്റി, നിങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അവെയർ ആക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണ്, സ്കൂളിൽ നിന്നുള്ള അറിവുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളെ നോക്കൂ, യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറ്റാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട് അല്ലേ, സ്കൂള് അതിനുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി എന്താണ്, എങ്ങനെയാണ്, ഹൗ ഡസ് ദ സ്കൂൾ അപ്പിയർ ടു ദ ബോയ് ഫ്രം ഡിസ്റ്റൻസിൽ നിന്ന് എങ്ങനെയാണ് അവന് ഫീൽ ചെയ്യുന്നത്, ഒരു ഫോർട്രസ് പോലെ, ഒരു കോട്ട പോലെയൊക്കെയാണ് അവന് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഹൗ ഡസ് ദ സ്കൂൾ അപ്പിയർ ടു ദ ബോയ് ഫ്രം എ ഡിസ്റ്റൻസ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വലിയ ഹൈ വാൾഡ് ഫോർട്രസ് പോലെയാണ്, ദാറ്റ് ലുക്സ് സ്റ്റേൺ ആൻഡ് ഗ്രീം അല്ലെ. ആദ്യം എന്താണ്, സ്റ്റേൺ ആയിട്ടുള്ള ഗ്രിം ആയിട്ടുള്ള ഒരു വലിയ ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ്. യെസ്, വെരി ഗുഡ് ശരത്.
അപ്പോൾ അങ്ങനെയാണ് അവന് ഫീൽ ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദ വുമൻസ് വേർഡ്സ് ഓൺ ദ ന്യൂ കമേഴ്സിൻ്റെ അടുത്ത് ആ ഒരു വുമൺ വന്നിട്ട് കുറച്ച് വേർഡ്സ് പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്, അതെന്തിനാണ് ആ സ്ട്രെസ്ഡ് ആയിട്ട് ആൻഷ്യസ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് അതൊരു എന്താണ് റിലാക്സേഷൻ ആണ്, ഒരു കംഫർട്ടാണ് എന്നൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇത് മെമ്മറി ലൈനാണ് കേട്ടോ. അതായത് ഓർമ്മയുടെ നാൾവഴികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു സ്റ്റോറിയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താ സ്റ്റോറി തന്നെയായില്ലേ. ലീവിങ് ഹോം, അതാണ് ആദ്യം തന്നെ വീട് വിട്ട് ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഐ വോക്ക്ഡ് വിത്ത് മൈ ഫാദർ വെയറിങ് ന്യൂ ക്ലോത്ത്സ്, ഐ വാസ് ഹാപ്പി ബട്ട് ഹാഡ് ടിയേഴ്സ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, എന്താണ് ന്യൂ ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഐ വാസ് ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്, പക്ഷെ എന്താണ് പേടിയുണ്ട്, സ്കൂളിൽ പോകുന്നതിൻ്റെ പേടിയുണ്ട് എന്നുള്ളൊരു കാര്യം, അതാണ് ലീവിങ് ഹോം. പിന്നെ എന്താണ് വാക്കിംഗ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്, ആ സൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം. പിന്നെ എന്താണ് അറ്റ് ദ സ്കൂൾ ഗേറ്റിൽ എന്തൊക്കെയാണ്, സ്കൂൾ ഗേറ്റിൽ നിന്നിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് അവിടെ എത്തിക്കഴിയുമ്പോൾ. പിന്നെ എന്താണ് ഇൻസൈഡ് ദ ക്യാമ്പസ്, ആ ഒരു സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ട് അവനുണ്ടാവുന്ന എക്സ്പീരിയൻസ്. പിന്നെ വുമൻ്റെ ഇൻസ്ട്രക്ഷൻസ് കണ്ടോ, അതാണ് ടീച്ചർ പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താണ് മേക്കിംഗ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. സ്കൂൾ ഹാഡ് എ വെറൈറ്റി ഓഫ് entertainments, made friends with boys and fell in love with girls. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി, ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. സ്കൂളിൽ എന്ന് പറയുന്നത് എപ്പോഴും സ്വീറ്റ് ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. യെസ്, സ്വീറ്റ് ആയിരിക്കില്ല, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് an elderly man crossing the road. ലാസ്റ്റത്തെ ഭാഗമാണ് എന്ത്, ഒരു എൽഡർലി ആയിട്ടുള്ള ഒരു ഓൾഡ് മാൻ ആയിട്ട് ഇദ്ദേഹം നിൽക്കുകയാണ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഫസ്റ്റ് എന്താണ് വാക്കിംഗ് ടു സ്കൂൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വാക്കിംഗ് ടു സ്കൂൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, വി വാക്ക് ത്രൂ ആ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് അല്ലേ. ആ ഒരു വേർഡ്സ് അതുപോലെ തന്നെ നോക്കി വയ്ക്കുക. ആ സൈഡ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത് അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. എന്തൊക്കെയാണ് സ്ട്രീറ്റ്, ആ ഒരു ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഒക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് ആണ്. ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡിൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ട്, ദർ വർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് വിത്ത് പ്ലാന്റഡ് ക്രോപ്സ്, ഹെന്ന, പെയർസ് ആൻഡ് ഡേറ്റ് പാംസ്. ഈ പറയുന്ന ഹെന്നയുണ്ട്, ഡേറ്റ് പാംസ് ഉണ്ട്, അതുപോലെ ഹെന്ന ട്രീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളൊരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫീൽഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി അറ്റ് ദ സ്കൂൾ ഗേറ്റിൽ നിന്നിട്ട് അവൻ എന്താണ് കാണുന്നത്, ഐ കുഡ് സീ എ വാസ്റ്റ് കോർട്ട് യാർഡ് ക്രാംഡ് വിത്ത് മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ദർ. കുറേ ഗേൾസും ബോയ്സും ഒക്കെ ഉള്ള വലിയൊരു നടുമുറ്റം കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ എഴുതുന്നത്. നെക്സ്റ്റ് എന്താണ് ഇൻസൈഡ് ദ ക്യാമ്പസിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു, സ്കൂളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ കണ്ടത്, പറഞ്ഞേ. സ്കൂളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവനുണ്ടായത്, ഐ ഫെൽറ്റ് മൈ സെൽഫ് ആസ് എ സ്ട്രേഞ്ചർ ഹു ലോസ്റ്റ് ഹിസ് വേ. വഴി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അപരിചിതനെ പോലെ അവൻ ഫീൽ ചെയ്തു. ഐ ഡിഡ് നോട്ട് നോ ദെം ആൻഡ് നൺ ഓഫ് ദെം ന്യൂ മീ. അവരാരും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, അവർക്കാർക്കും എന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ദേ ലുക്ക്ഡ് അറ്റ് മീ ക്യൂരിയസ്ലി. അവരൊക്കെ എന്നെ ക്യൂരിയസ് ആയിട്ട് നോക്കി. ഇത് മാത്രമല്ല, സ്കൂളിൻ്റെ ഉള്ളിലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും എഴുതാൻ പറ്റൂ കേട്ടോ. എക്സ്പീരിയൻസ്, ദ വുമൻസ് ഇൻസ്ട്രക്ഷൻസ്. ഇനി ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയായിരുന്നു, ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയായിരുന്നു, the woman instructed us to dry our tears and face life joyfully അല്ലേ. എന്താണ് ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ സന്തോഷത്തോടെ ലൈഫിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങളെ ഇൻസ്ട്രക്ട് ചെയ്തു. the woman told us that the place was our new home. എന്താണ് ഈ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ന്യൂ ഹോം എന്നുള്ള കാര്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. where we would have many mothers and fathers. ഞങ്ങൾക്ക് കുറേ അച്ഛന്മാരും അമ്മമാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞു തന്നു. she mentioned that there were numerous enjoyable things which would benefit our life and knowledge. ഞങ്ങളുടെ ലൈഫിൻ്റെയും അതുപോലെ തന്നെ ലൈഫിനെയും അതുപോലെ തന്നെ ഞങ്ങളുടെ നോളജിനെയും ബെനിഫിറ്റ് ചെയ്യുന്ന കുറേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിയലൈസേഷൻ ആണ്. അതെന്താണ്, തിരിച്ചറിവ് എന്ന് പറയില്ലേ. തിരിച്ചറിവ്, എന്ത് തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്, എന്നും അടിപൊളിയായിട്ടിരിക്കാൻ പറ്റും എന്നല്ല, അതുപോലെ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും കൂടെ പറയാം. ഗാർഡൻസ് വേർ ഡിസപ്പിയർ അല്ലേ, ഗാർഡൻസ് ഒക്കെ ഡിസപ്പിയർ ആയി. ഐ കുഡ് ഓൺലി സീ ഹ്യൂജ് ബിൽഡിങ്സ്, വലിയ ബിൽഡിങ്സ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിംഗ് noises shook the air. അതൊക്കെ I realized that time passed quickly and now I am in my old ageലാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ കാര്യം വെച്ചിട്ട് എഴുതുമ്പോൾ എന്താണ് റിയലൈസേഷൻ, സ്കൂൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. എപ്പോഴും സ്വീറ്റ് അല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാം. ഓക്കെ, ഇനി എന്താണ് an elderly man crossing the road. അതാണ് ലാസ്റ്റ് വൺ അല്ലേ. അപ്പോൾ എന്തെഴുതാം, I was struggling to cross the road. ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യായിരുന്നു. but the heavy traffic was not allowing me to do so. പക്ഷെ ആ ഹെവി
യെസ്, ഹെവി ട്രാഫിക് എന്താണ് എന്നെ അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അറ്റ് ദാറ്റ് ടൈം, ആ ഒരു സമയത്ത് എ യങ് ലാഡ് കെയിം ടു ഹെൽപ്പ് മീ, ഒരു യങ് ലാഡ്, ഒരു ചെറിയ പയ്യൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തു. കോളിംഗ് മീ ഗ്രാൻഡ് പാ, എന്നെ ഗ്രാൻഡ് പാ എന്ന് വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു എന്നുള്ളൊരു കാര്യം എഴുതാം. ഓക്കെ, ഇത് ക്ലിയർ ആയോ മക്കളെ? യെസ്, മർജാൻ. യെസ്, ക്ലിയർ ആയോ? അപ്പോൾ ഈ മെമ്മറി ലൈൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മിസ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഇതിൻ്റെ സമ്മറി അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യമൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഈ ഒരു കാര്യം നോക്കി വെച്ചാൽ മാത്രം മതി, ഈ ഒരു മെമ്മറി ലൈൻ നോക്കി വെച്ചാൽ മാത്രം മതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന് അറിയോ നിങ്ങൾക്ക്? ക്യാരക്ടർ സ്കെച്ച്, യെസ്, ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാരക്ടേഴ്സിന് കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് ഡിഫറൻസ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്റ്റോറീസിലൊക്കെ പഠിക്കുന്ന പോലെയല്ല, ഇതിന് കറക്റ്റായിട്ടൊരു പേരൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? യെസ്, അൽഫോൻസ അല്ലേ, കറക്റ്റായിട്ടൊരു പേരൊന്നും കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക്? ഇത് ശരിക്കും യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താ വെച്ചാൽ എല്ലാ മനുഷ്യന്മാർക്കും ആബി, എല്ലാ മനുഷ്യന്മാർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, കുഞ്ഞുകുട്ടിയായിട്ടിരുന്നു, നമ്മൾ എന്നും കുഞ്ഞുകുട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണോ? അല്ല, നമ്മൾ വളരുന്നുണ്ട് അല്ലേ? നമ്മൾ സ്കൂളിൽ പോയിട്ട് കുറേ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡേ ചിലപ്പോൾ കരഞ്ഞിട്ടൊക്കെയാണ് പോകുന്നുണ്ടാവുക. അവിടെ ചെന്ന് നമുക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടാവും, സ്കൂൾ ഇഷ്ടമാവുന്നുണ്ടാവും, ഫ്രണ്ട്സിന് ഉണ്ടാക്കുന്നുണ്ടാവും, റിലേഷൻഷിപ്സ് ഉണ്ടാവാം. പിന്നെ എന്നും ഇഷ്ടപ്പെട്ട് പോകാൻ പറ്റില്ല അല്ലേ? കുറേ പ്രശ്നങ്ങൾ സ്കൂളിൽ ഉണ്ടാവുന്നുണ്ടാവും. ലൈഫ് പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന്. നിങ്ങളിപ്പോൾ സ്കൂളൊക്കെ പഠിച്ച് ഇറങ്ങി കഴിയുമ്പോൾ, അനാമിക കേട്ടല്ലോ, സ്കൂളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കുറേ മെമ്മറീസാണ് നമ്മളാക്കിയിട്ട് മോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈ സ്കൂൾ എന്ന് പറയുന്ന കാര്യം തന്നെയാണ്, ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഹാഫ് എ ഡേ തന്നെയാണ് അത് അവിടെ കഴിയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വയസ്സാകുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അല്ലേ? ഓൾഡ് ഏജിലേക്കുള്ളൊരു സ്റ്റേജ്. ഇതൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ മാത്രമല്ല മാറും, നമ്മുടെ സറൗണ്ടിങ്സും മാറും, നമ്മുടെ ചുറ്റുപാടുകൾ മാറും അല്ലേ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും പണ്ട് കാലത്ത് സ്ഥലങ്ങളാണോ ഇപ്പോൾ ഉള്ളത്, ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. കുറേ ചേഞ്ചസ് നമുക്കും വരും. ബട്ട് സമയത്തിനനുസരിച്ച് കുറേ ചേഞ്ചസ് നമുക്കും വരും. അപ്പോൾ ഈ ഒരു ചേഞ്ചസിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ക്യാരക്ടർ യൂണിവേഴ്സൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എല്ലാവരും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണിത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഫിസിക്കൽ അപ്പിയറൻസ് ആദ്യം എഴുതാം. അപ്പോൾ കുട്ടിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താ കൊടുത്തിട്ടുള്ളത്? ഹി വെയേഴ്സ് ഗ്രീൻ യൂണിഫോം, ബ്ലാക്ക് ഷൂസ് ആൻഡ് റെഡ് ടാർബൂഷ്. അപ്പോൾ നല്ല ഗ്രീൻ യൂണിഫോമും അതുപോലെ ബ്ലാക്ക് ഷൂസും റെഡ് ടാർബൂഷാണ് അവൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്തെഴുതാം? ഫിസിക്കൽ അപ്പിയറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് പേരൊക്കെ കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് എഴുതി വയ്ക്കരുത്. ആദ്യം എന്ത് ചെയ്യണം? ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതണം. എന്തെഴുതണം? ഇന്ന സ്റ്റോറിയിൽ ഇന്ന ആൾ എഴുതിയിട്ടുള്ള, ഇന്ന സ്റ്റോറി നജീബ് മെഹഫൂസ് എഴുതിയിട്ടുള്ള ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറാണ് ആര്? നമ്മുടെ നരേറ്റർ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. അത് കഴിഞ്ഞിട്ട് വേണം എന്തെഴുതാൻ? ഫിസിക്കൽ അപ്പിയറൻസ് എഴുതാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. അവൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സ്വഭാവം അല്ലേ? ഭയങ്കര കൂളായിട്ടിരിക്കുന്ന ആളുകൾ, ദേഷ്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വഭാവത്തിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പകരം എന്ത് കൊടുത്തിട്ടുണ്ട്? പോകുന്ന നേരത്തെ അവൻ്റെ ഫീലിങ്സും എമോഷൻസും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഇവിടെ എഴുതാം. ഹി ഈസ് അഫ്രൈഡ് ഓഫ് ലീവിങ് ദ ഇൻറ്റിമസി ഓഫ് ഫാമിലി. ഫാമിലിയുടെ ഇൻറ്റിമസി വിട്ടു പോകാൻ വേണ്ടിയിട്ട് അവൻ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഹി ഈസ് ഇനീഷ്യലി ഷൈ ടു ഇൻറ്ററാക്ട് വിത്ത് അതർ ചിൽഡ്രൻ. അല്ലെ, മറ്റു കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആദ്യം നാണിച്ചിട്ടാണ് നിൽക്കുന്നത്. ബട്ട് ദെൻ ക്വിക്ലി അഡാപ്റ്റ് ടു ദ ന്യൂ എൻവയറൺമെൻറ്റ്. പക്ഷെ പിന്നീട് പെട്ടെന്ന് തന്നെ ആ പുതിയ എൻവയറമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അനാലിസിസ് ഓഫ് എക്സ്പ്രഷൻസ് റിമാർക്സ് ബൈ ദ ഓതർ ഓർ അതർ ക്യാരക്ടേഴ്സ്. ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് മറ്റ് ക്യാരക്ടേഴ്സിനുള്ള അഭിപ്രായമോ അല്ലെങ്കിൽ ഓതർ പറയുന്ന കാര്യങ്ങളോ അതൊക്കെ ഇവിടെ എഴുതാം കേട്ടോ, എക്സ്പ്രഷൻസിനെ പറ്റിയിട്ടൊക്കെ. ദ ഓതർ ഡെപ്പിക്സ് ദ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഓഫ് ദ നെറേറ്റർ ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. അപ്പോൾ എന്താ പറയുന്നത്? ആ ചൈൽഡ്ഹുഡിൽ നിന്നും ഓൾഡ് ഏജിലേക്കുള്ള ആ ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അല്ലേ? ചൈൽഡ്ഹുഡിൽ നിന്ന് ഓൾഡ് ഏജിലേക്കുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഹി ക്ലിയർലി ഷോസ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു മാറ്റം ക്ലിയർ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇൻ ദ ബിഗിനിങ്, ആ തുടക്കത്തിൽ ദ ചൈൽഡ് ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് എക്സൈറ്റഡ് അല്ലേ? കൺഫ്യൂസ്ഡ് ആണ്, അവൻ എക്സൈറ്റഡ് ആണ് തുടക്കത്തിൽ അല്ലേ? പിന്നെയാണ് മാറുന്നത് ഇൻ ദ എൻഡ്,
അവസാനമായപ്പോഴോ ദ ഓൾഡ് മാൻ ഫീൽസ് ഇറിറ്റേഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ. ഓൾഡ് മാൻ എന്താ തോന്നുന്നത്? ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഒക്കെയാണ് തോന്നുന്നത്. ഇനി റോൾ ഇൻ ദ സ്റ്റോറി, സ്റ്റോറിയിലുള്ള റോള് എന്താണ്? റോള് മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, സ്റ്റോറിയിലുള്ള മെയിൻ ക്യാരക്ടറാണ്. നമ്മുടെ റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ ക്യാരക്ടർ ആണോ എന്നാണ് എഴുതേണ്ടത്. ഇൻ ദ ബിഗിനിങ് വി സീ ഹിം ആസ് എ ചൈൽഡ്, അല്ലെ? തുടക്കത്തിൽ എന്താണ്? അവനൊരു കുഞ്ഞു കുട്ടിയായിട്ടാണ് തോന്നുന്നത്, കാണുന്നത്. യെസ്. പിന്നെ എന്താണ്? ആൻഡ് ഇൻ ദ എൻഡ് ഭാഗത്തോ അവസാനമാകുമ്പോഴോ വി സീ ഹിം ആസ് എൻ ഓൾഡ് മാൻ, ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ദ റൈറ്റർ ഡെപിക്ട്സ് ഹ്യൂമൻ ലൈഫ് സൈക്കിൾ ത്രൂ ദ റോൾ. അപ്പോൾ ഈ ഒരു റോളിലൂടെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഈ ഒരു റോളിലൂടെ എന്താണ് കാണിക്കുന്നത്? ഹ്യൂമൻ ലൈഫ് സൈക്കിൾ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നമ്മൾ എഴുതണം കേട്ടോ, ക്യാരക്ടർ സ്കെച്ചിൽ എഴുതണം. ഇനി റിയലൈസേഷൻ, എന്താണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത്? ദോ സ്കൂൾ ലൈഫ് വാസ് എക്സൈറ്റഡ്, സ്കൂൾ ലൈഫ് എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഓൾവേസ് സ്വീറ്റ്, അതെപ്പോഴും സ്വീറ്റ് അല്ല എന്നുള്ളൊരു കാര്യം. സംടൈംസ് ഡെസ്ലേഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് ഒക്യൂർഡ്. ചില സമയത്ത് എന്താണ്? ഡെസ്ലേഡൻ ആയിട്ട് പൊടിക്കാറ്റുകളും അതുപോലെ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദേ ഹാഡ് ടു ബി അലേർട്ട്, അല്ലെ? അലേർട്ടായിട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. റൈവലറീസ് ബ്രോട്ട് പെയിൻ ആൻഡ് ഹേറ്റഡ് വിച്ച് ലീഡ് ടു ഫൈറ്റ്സ്. റൈവലറീസ്, കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻസ് എന്താണ്? വെറുപ്പും വേദനയും ഒക്കെ കൊണ്ടുവരും. അത് പിന്നീട് ഫൈറ്റ്സിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ദ ലേഡി സംടൈംസ് സ്കോൾഡഡ് ആൻഡ് പണിഷ്ഡ് ദം. ചില സമയത്ത് ഈ വരുന്ന ലേഡി ടീച്ചർ എന്താണ്? ചീത്ത പറയും, അതുപോലെ തന്നെ എന്താണ്? പണിഷ് ചെയ്യായിരുന്നു, ശിക്ഷിക്കുമായിരുന്നു. ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യണം? ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ശരിക്കും അതിൻ്റെ ഒരു ബോഡി ഉണ്ടാവണം, നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം. ഇതാണ് എൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കം തന്നെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം? ആദ്യം തന്നെ എന്താ എഴുതേണ്ട മക്കളെ? ആദ്യം തന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇതേത് സ്റ്റോറിയാണ്, ഇത് ആരെഴുതിയതാണ്, ഇതിൽ ഏത് ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് എഴുതുന്നത്, ആ കാര്യമാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്, അല്ലേ? അപ്പം ദ നരേറ്റർ ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ റിട്ടൺ ബൈ നജീബ് മെഹഫൂസ് എന്നുള്ള കാര്യം എഴുതാം. ഇനി എന്താണ്? ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, സ്റ്റോറിയിൽ തുടക്കത്തിൽ ആ ക്യാരക്ടറിനെ നമ്മൾ എന്ത് അവസ്ഥയിലാണ് കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ് പിന്നെ എഴുതേണ്ടത് കേട്ടോ. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി വി ക്യാൻ സീ ദ നരേറ്റർ ആസ് എ ചൈൽഡ് ഹു ഈസ് ടേക്കൺ ടു ദ സ്കൂൾ ബൈ ഹിസ് ഫാദർ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ആദ്യമായിട്ട് അച്ഛൻ ആ കുട്ടിയെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നു. ആ ഒരു കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. ഇനി ക്യാരക്ടർ ട്രീറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാരക്ടർ ട്രീറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്വഭാവ സവിശേഷതകൾ. ഹി ഈസ് എക്സൈറ്റഡ് ആൻഡ് ആൻഷ്യസ്, അവൻ എക്സൈറ്റഡ് ആണ്, ആൻഷ്യസ് ആണ്. ഹി ഡസ് നോട്ട് വാണ്ട് ടു ലീവ് ഹിസ് ഹോം, അവൻ്റെ വീട് വിട്ടു പോകണം എന്നില്ല. ആൻഡ് വെൻ ദേ റീച്ച് അറ്റ് സ്കൂളിൽ എത്തിക്കഴിയുമ്പോഴോ ഹി ഈസ് ഷൈ ടു ഇൻട്രാക്ട് വിത്ത് അതർ ചിൽഡ്രൻ, മറ്റു കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഷൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ഇതെന്തുകൊണ്ടാണ് എഴുതേണ്ടത്? ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ സ്റ്റോറിയിൽ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ അതുപോലെ തന്നെ നിൽക്കില്ല, കുറേ ചേഞ്ചസ്, കുറേ ഡെവലപ്മെൻറ്റ്സ് വരും. അപ്പോൾ അതുപോലെ പറയുകയാണെങ്കിൽ ഗ്രാജുവലി ഹി അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് ആക്സെപ്റ്റ്സ് ദ സ്കൂൾ ലൈഫ്. അപ്പോൾ പിന്നീട് അവന് മനസ്സിലാവണം സ്കൂൾ ലൈഫ്. അവൻ ആദ്യം കരഞ്ഞിട്ടൊക്കെയാണ് വന്നത്, ഒരു ഫോർട്രസ് പോലെ, ഒരു പണിഷ്മെൻറ്റ് പോലെയൊക്കെയാണ് അവൻ ഫീൽ ചെയ്തത്. പിന്നീട് അവൻ സ്കൂൾ ലൈഫ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹി മെയ്ഡ് ഫ്രണ്ട്സ് ആൻഡ് ഫെൽ ഇൻ ലവ്, അല്ലെ? അവൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ലവ് റിലേഷൻഷിപ്പും ഉണ്ടാക്കി. ദിസ് ആക്സെപ്റ്റൻസ് ഷോസ് ഹിസ് ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു ആക്സെപ്റ്റൻസ് ആണ് എന്ത് കാണിക്കുന്നത്? അവൻ്റെ ഗ്രോത്ത്, അവൻ്റെ വളർച്ചയാണ് കാണിക്കുന്നത്. ഓക്കെ, യെസ്, അവൻ്റെ വളർച്ചയാണ് കാണിക്കുന്നത്. Then he learns the uncertain nature of life and learn to accept it. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ അൺസർട്ടൻ, ഇതാണ് മെയിൻ പോയിന്റ് കേട്ടോ, അൺസർട്ടൻ നേച്ചർ ഓഫ് ലൈഫ്. ഈ ഒരു സ്കൂളിൽ നിന്ന് അവൻ പഠിക്കുന്ന പാഠം എന്താണ്? അൺസർട്ടൻ ആണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല, അല്ലേ? സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അൺസർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അൺസർട്ടൻ ആണ് ലൈഫ് എന്നുള്ളൊരു കാര്യമാണ് അവൻ പഠിക്കുന്നത്. ആൻഡ് ലേൺ ടു ആക്സെപ്റ്റ് ഇറ്റ്, അത് ആക്സെപ്റ്റ് ചെയ്യാനും അവൻ പഠിക്കുന്നുണ്ട്. ഇത് end of the story, അപ്പോൾ സ്റ്റോറിയുടെ എൻഡ് ആവുമ്പോൾ, അവസാനമാകുമ്പോൾ the transformation from childhood to old age ഓഫ് ദി നെറേറ്റർ ക്യാൻ ബി സീൻ. എന്താണ് മെയിൻ പോയിന്റ്? പിന്നെ എൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് ഓഫ് ദ നെറേറ്റർ. നെറേറ്ററിൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നും ഓൾഡ് ഏജിലോട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹി വണ്ടേഴ്സ് അറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ഹാഡ് ഒക്യൂർഡ് ഇൻ ദ സറൗണ്ടിങ്സിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസിൽ അദ്ദേഹം അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഹി ബിക്കേം ഇംപേഷ്യൻറ്റ് ബിക്കോസ് ഓഫ് ദ ബസ്ലിംഗ് സ്ട്രീറ്റ്. അപ്പോൾ ബസ്ലിംഗ് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഒച്ചപ്പാടും ബഹളമുള്ള ആ തിരക്കുള്ള സ്ട്രീറ്റ് കാണുന്നതുകൊണ്ട് അദ്ദേഹം എന്തായി മാറി? ഇംപേഷ്യൻ്റ് ആയി, ക്ഷമയില്ലാത്തവനായിട്ട് മാറി. ഹി എക്സിബിറ്റ്സ് ഇറിറ്റേഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ, അദ്ദേഹം ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് എന്താണ്? മൈ ഒപ്പീനിയൻ, എൻ്റെ
അഭിപ്രായം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യം എഴുതാം കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്യാരക്ടറിന് ഇഷ്ടമായില്ല ഇതൊന്നും അല്ല എഴുതേണ്ടത്. നിങ്ങൾക്ക് ആ സ്റ്റോറി വായിച്ചിട്ട് സ്റ്റോറിയിൽ ഡയറക്റ്റായിട്ട് പറയാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ക്യാരക്ടറിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നില്ല, ക്യാരക്ടറിൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, എല്ലാവരും ലൈഫ് ഇത് തന്നെയാണ്, ഹ്യൂമൻ ലൈഫ് എന്ന് വെച്ചാൽ ഇതാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഒപ്പീനിയൻ ആണ് അല്ലേ. ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ്, ഇതൊരു റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഹ്യൂമൻ ബീങ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇത് എന്നുള്ള കാര്യം നമ്മുടെ ഒപ്പീനിയൻ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം, ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ക്യാരക്ടർ ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. എല്ലാ ഹ്യൂമൻ ബീങ്സിൻ്റെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ പറയുന്ന ക്യാരക്ടർ എന്ന് പറയാം. ഈ കൺക്ലൂഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം മക്കളെ? യെസ്, ദ റൈറ്റർ ഷോസ് ഹ്യൂമൻ ലൈഫ് സൈക്കിൾ ത്രൂ ദിസ് റോൾ. ഈ ഒരു റോളിലൂടെ ഹ്യൂമൻ ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത്. ഇൻ ദ ബിഗിനിങ് ദ നരേറ്റർ വാസ് ക്ലച്ചിങ് ഹിസ് father's hands tightly while in the end he clutches a young lad's hand. അപ്പോൾ ഈ ഒരു ചേഞ്ചും വന്നിട്ടുണ്ട് അല്ലേ. തുടക്കത്തിൽ എന്താണ്, ഫാദറിൻ്റെ കൈയാണ് മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോൾ എന്താണ്, ആ ഒരു യങ് ലാഡിൻ്റെ കൈയാണ് മുറുക്കെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്, ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ചെറുതിലെ അവൻ ആരെ ഡിപ്പെൻഡ് ചെയ്തു, ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്തു. ഇപ്പോൾ എന്താണ്, വയസ്സായി, അപ്പോൾ ഒരു ചെറിയ കുട്ടിയെയാണ് ആൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദിസ് ഷോസ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് കാണിച്ചു തരുന്നത്, ചൈൽഡ്ഹുഡിൽ നിന്നും ഓൾഡ് ഏജിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ മക്കളെ? അതുപോലെ തന്നെ കുറച്ച് ചേഞ്ചസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, ഇതല്ല, യെസ്, ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളടുത്ത് ടീച്ചറും അതുപോലെ തന്നെ ആ കുട്ടിയും തമ്മിലുള്ള, കുട്ടിയോട് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുണ്ടാവുക, അപ്പോൾ ഇത് കോൺവെർസേഷൻ ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ എന്താണ്, ഡയറി ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഓണം എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, കുട്ടി അന്നത്തെ ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയിട്ട് അവൻ എഴുതുന്ന ഡയറി എങ്ങനെയായിരിക്കും, ആ ഫസ്റ്റ് ഡേയിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് അവൻ എങ്ങനെയായിരിക്കും എഴുതുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യം, അവൻ പോകുന്ന ആ വഴിയിൽ കാണുന്ന കാഴ്ചകളെ പറ്റിയിട്ട് എഴുതണം വരും. അതുപോലെ തന്നെ ഫാദർ പറയുന്ന കാര്യങ്ങൾ എഴുതേണ്ടി വരും. തുടക്കത്തിൽ ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ അവൻ കാണുന്ന കാഴ്ചകളെ പറ്റിയിട്ട് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ എന്താണ്, യെസ്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ എഴുതേണ്ടി വരും കേട്ടോ. അപ്പോൾ ഡയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. ഓക്കെ, യെസ്, അതുപോലെ തന്നെ കോൺവെർസേഷൻ വന്നിട്ടുണ്ട്, ക്യാരക്ടർ സ്കെച്ച് ആണെന്നില്ല പിന്നെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റും റീസണും. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ചേർത്തിട്ട് ക്വസ്റ്റിന് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ തീം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും, പാസേജ് ഓഫ് ടൈം എന്നുള്ളതാണ് തീം വരിക കേട്ടോ. പാസേജ് ഓഫ് ടൈം, അതായത് എന്താണ്, സമയത്തിൻ്റെ കടന്നുപോക്ക് എന്നുള്ളതാണ് തീമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് കിട്ടണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു PPT-യിൽ മിസ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസും എല്ലാതും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് ഇതിന്ന് ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിരുന്നോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ മിസ്സിൻ്റെ അടുത്ത്. എല്ലാവർക്കും ക്ലിയർ ആയതോ? മിസ് നോട്ട് ചോദിക്കുന്നതിന് നോട്ട് കിട്ടും കേട്ടോ മക്കളെ. നോട്ട് നിങ്ങൾ മിസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ 3 മിനിറ്റിൻ്റെ ഒക്കെ ഉള്ളിൽ തന്നെ നോക്കിയാൽ മതി. കേട്ടല്ലോ? യെസ്, നോട്ട് ഇടണം എന്ന് പറഞ്ഞാൽ നോട്ട് ഇടുന്നുണ്ട് കേട്ടോ, നോട്ട് ഇടുന്നുണ്ട് മക്കളെ. ഓക്കെ, യെസ്. അപ്പോൾ ക്ലാസ്സിനായാലും കുറേ പേര് ഇപ്പോൾ പറയുന്നത് ഇംഗ്ലീഷ് ടഫാണെന്നൊക്കെ. ടഫല്ല കേട്ടോ, ഒട്ടും ടഫല്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ചിടാം. അപ്പോൾ ഈ ചാനലിൽ തന്നെ, നമ്മുടെ ചാനലിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസും കൂടെ വരുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക് വൈസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, എക്സാമിനൊക്കെ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കണം. കേട്ടല്ലോ? അതുപോലെ തന്നെ അടുത്ത ലൈവിൽ നമ്മൾ വരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു വരണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്താണ്, അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരും ലൈവ് മിസ് ചെയ്യരുത് കേട്ടോ. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലൈവ് മിസ്സായിട്ടുള്ള മക്കളുണ്ടാവും, നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്കും ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്താണ്, മിസ് എന്തായാലും കോമൻറ്റ്സ് നോക്കും, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ എന്നുള്ളൊരു കാര്യം മിസ്സിൻ്റെ അടുത്ത് എന്തായാലും പറയണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് ചാപ്റ്ററാണ്, ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ലൈവ് വേണ്ടത് എന്നുള്ളൊരു കാര്യം വേണം അറിയണം കേട്ടോ മിസ്സിന്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണ് വേണ്ടത് എന്നുള്ളൊരു കാര്യം. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കോമൻറ്റ് ചെയ്യുക. ഓക്കെ, യെസ്.
അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ക്ലാസ് 9 നമ്മൾ തകർത്ത് പഠിക്കാം. എല്ലാവരും ബാച്ചിൻ്റെ കാര്യം കൂടെ ഒന്ന് ആലോചിക്കുക, ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ പാരൻസിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയുക, ഇങ്ങനെ ഇത്രത്തോളം ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മിസ്സിൻ്റെ അടുത്ത് കോമൻറ്റ് ചെയ്ത് പറയണം. നെക്സ്റ്റ് ഏത് ക്ലാസ് വേണം എന്നുള്ളൊരു കാര്യം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് എന്തായാലും മിസ് നിങ്ങൾ ഇതുപോലെയല്ല നല്ല വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ മിസ്സിൻ്റെ എല്ലാ മക്കളും ക്ലാസ് 9 എല്ലാ മക്കളും വന്നിട്ടുണ്ടെങ്കിൽ മിസ് ഉറപ്പായിട്ട് പാട്ട് പാടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വയ്യാണ്ടായോ എന്ന് മിസ്സിന് അറിയില്ല, ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മിസ്സിന് അറിയില്ല. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ കാണാം കേട്ടോ മക്കളെ. അപ്പോൾ ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോഴത്തേനും ക്ലാസ്സിൽ നോട്ടും കൂടെ കളക്ട് ചെയ്യാം കേട്ടോ. നോട്ട് എടുക്കണം, കോമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.